Hi everyone, welcome back to Eduooz Academy. Good evening all. Good evening. ഓഡിയോ ഒക്കെ ഓക്കെ ആണോ എന്ന് പറയണം. എന്തെങ്കിലും കേൾക്കുന്നില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ. ഓക്കെ, അപ്പോ മോക്ക് ടെസ്റ്റ് 3 നമ്മുടെ ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു? ഏത് മോക്ക് ടെസ്റ്റ് ആയിരുന്നു ഏറ്റവും ഈസി? ഏതായിരുന്നു? ഒന്ന് കമന്റ് ചെയ്യോ? ഒന്ന് കമന്റ് ചെയ്യാവോ? നമ്മളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തേർഡിൽ എത്തിയിരിക്കുവാണ്. അതിന്റെ ആൻസർ ഡിസ്കഷൻ എക്സ്പ്ലനേഷൻ ഒക്കെ കേൾക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അത് മാത്രല്ല നമുക്ക് വിജയികളെ നമ്മൾ അനൗൺസ് ചെയ്യും ലാസ്റ്റ്. ഇന്നും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ടോപ്പ് 10 സ്റ്റുഡൻസും നമ്മൾ ഫസ്റ്റ് വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യും. വിന്നേഴ്സിന്റെ 1000 റുപ്പീസ് എല്ലാവർക്കും ഓർമ്മയില്ലേ? ഓക്കെ, നമുക്ക് ഈ ആരാണ് എന്നുള്ളൊരു ആകാംക്ഷയിലായിരിക്കും അല്ലെ? ഞാൻ ഈ ഒരു സെഷന്റെ ലാസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഏത് മോക്ക് ടെസ്റ്റ് ആയിരുന്നു ഏറ്റവും ഈസി? നമ്മൾ 3 മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. ഏതായിരുന്നു ഏറ്റവും ഈസി? ഏതായിരുന്നു? ഒന്നാന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി ഉണ്ടാവല്ലേ ഈ ഒരു ടൈം ആവുമ്പോഴത്തേക്ക്? അതെ, നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു MCQs ഒക്കെ അറ്റൻഡ് ചെയ്താലാണ്. കാരണം നമുക്ക് നാളെ നമ്മുടെ എക്സാം ആണ്. അപ്പൊ MCQ മോഡലാണ് നമുക്കറിയാം. അപ്പൊ നമുക്കത് മാക്സിമം എക്സാംസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്താലാണ് ആ ഒരു ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് ആ ഒരു 100 ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ അത് നമുക്ക് എക്സാം ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ ഈ 3 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ വൈകിക്കുന്നില്ല. അപ്പൊ നമ്മുടെ 3ാമത്തെ മോക്ക് ടെസ്റ്റിന്റെ ഡിസ്കഷൻ ആണ്. നമുക്ക് അതിലോട്ട് കടക്കാം അല്ലെ? തുടങ്ങാം അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നിങ്ങളും പാരലൽ ആയിട്ട് നിങ്ങളും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ഓൾറെഡി നിങ്ങൾ ആൻസർ ചെയ്തതാണ്. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യാ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് അല്ലെ? കലാശക്കൊട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ എല്ലാരും ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കാം. ഓക്കെ, കുറെ ആൾക്കാർക്ക് ഫസ്റ്റ് ആയിരുന്നു എളുപ്പം എന്നാ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ആണ്. ഇനിയിപ്പോ അത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ തേർഡിലേക്ക് എത്തി. സോ ഇനി നമുക്ക് തേർഡ് നോക്കാം അല്ലെ? ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് തെറ്റ് എന്നൊക്കെ വളരെയധികം എളുപ്പമായാലും ബുദ്ധിമുട്ടാണ് എക്സാം. അപ്പൊ നമുക്ക് തെറ്റുതിരുത്തി എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ 3ാമത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും തെറ്റിയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് ഈസ് ദ ലിക്വിഡ് പോർഷൻ ഓഫ് ബ്ലഡ് വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ? പ്ലാസ്മ, സെറം, ഹോൾ ബ്ലഡ്, ദെൻ ഹീമോലൈസേറ്റ്. ഏതാണ് ലിക്വിഡ് പോർഷൻ ഓഫ് ബ്ലഡ് വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അതെ, നമ്മൾ പഠിച്ചു വരുന്നതേ ഇതാണ്. യെസ്, നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ല. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ബി ആണ് പറയുന്നത്. യെസ്, ആൻസർ ബി അല്ലെ? ബി ഏതാണ്? സെറം. യെസ്, സെറം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കൊയാഗുലേഷൻ ഫാക്ടർ ഇല്ലാത്ത അല്ല ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്തതിനെ നമ്മൾ സെറം എന്ന് വിളിക്കുന്നത് അല്ലെ? അവരിൽ എന്തൊക്കെയുണ്ട്? വാട്ടർ ഉണ്ട്, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് അല്ലെ, ഹോർമോൺസ് ഉണ്ട്, ദെൻ ആന്റിബോഡീസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സെറത്തിൽ കാണുന്നത്. ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ലൈക്ക് ഫൈബ്രിനോജൻസ് അല്ലെ? ഈ ഫൈബ്രിനോജനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ബാക്കിയുള്ളതിനെ നമ്മൾ സെറം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് അതർ ഓപ്ഷൻസ് റോങ് ആയിട്ടുള്ളത് നോക്കാം. പ്ലാസ്മ ഓപ്ഷൻ എയിൽ വരുന്നത് പ്ലാസ്മ നമുക്കറിയാം കണ്ടെയ്ൻസ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. പിന്നെ ഹോൾ ബ്ലഡ് എന്ന് പറയുമ്പോൾ സി ഓപ്ഷൻ ഹോൾ ബ്ലഡും എന്താണ്? സെൽസും പ്ലാസ്മ ഒക്കെ മിക്സ് ആയിട്ടുള്ളതെന്ന് ഹോൾ ബ്ലഡ്. ദെൻ ഹീമോസൈലേറ്റ് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വിച്ച് റെഫേഴ്സ് ടു എ സൊല്യൂഷൻ ദാറ്റ് ഈസ് റപ്ചേർഡ് RBC അല്ലെ? റപ്ചർ ആയിട്ടുള്ള RBCനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡൗട്ട് ഒന്നുമില്ല, എല്ലാവരും ബി തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെമറ്റോപോയിസിസ് ഇസ് ഇൻ അഡൾട്ട് മെയിൻലി ഒക്കേഴ്സ് ഇൻ ദ ലിവർ, സ്പ്ലീൻ, റെഡ് ബോൺ മാരോ, കിഡ്നി. ഹെമറ്റോപോയിസിസ് ഇൻ അഡൾട്ട്സ് എവിടെയാ മെയിൻലി ഒക്കർ? ഇൻ ലിവറിലാണോ, അതോ സ്പ്ലീനിലാണോ, റെഡ് ബോൺ മാരോയിലാണോ, അതോ കിഡ്നിയിലാണോ? ഏതിലാ വരുക? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, നയന നാരായണൻ സി. യെസ്, സി വരുന്നുണ്ട്. വെരി ഗുഡ്. അശ്വനി, അതെ അതെ, എല്ലാരും സി തന്നെയാണ് പറയുന്നത്. സി പറയുന്നത് റെഡ് ബോൺ മാരോ അല്ലെ? നമ്മൾ റെഡ് ബോൺ മാരോ ആണ്. സോ റെഡ് ബോൺ മാരോ നമ്മൾ എന്താണ് RBC പ്രൊഡക്ഷൻ നടക്കുന്നത് ഇൻ അഡൾട്ട്സ് റെഡ് ബോൺ മാരോയിലാണ്.
എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പെൽവിസ്, സ്റ്റേർണം, റിബ്സിലൊക്കെയാണ് നടക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് സംഭവിക്കുന്നത്. ദെൻ ലിവർ, സ്പ്ലീൻ ഒക്കെ പറയുന്നത് എന്താണ്? ഹെമറ്റോപോയിറ്റിക് ഡ്യൂറിങ് ഫീറ്റൽ ലൈഫ് ആണ് അല്ലെ. ചെറിയ ഫീറ്റൽ ഫേസിൽ ഉണ്ടാവുമ്പോൾ ലിവറിലും സ്പ്ലീനിലാണ് നടക്കുന്നത്. ദെൻ കിഡ്നി പ്രൊഡ്യൂസസ് എറിത്രോപോയിറ്റിൻ. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ഹെമറ്റോപോയിസിസ്. സോ നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഒക്കെ നോക്കി വെക്കുക. പോയിന്റ്സ് ഉണ്ട്, അതും നോക്കി വെക്കുക, കൂടെ തന്നെ പഠിക്കുക. അതെ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Normal adult hemoglobin types include HbA, HbA2, HbF, then option B HbS, HbC, HbM, then option C നോക്കുകയാണെങ്കിൽ HbA, HbB, HbC, then last option HbX, HbY, then HbZ. ഏതാണ് വരുക? നോർമൽ അഡൾട്ട് ഹീമോഗ്ലോബിൻ ടൈപ്സ് ഏതാ വരുക? ഒന്ന് കമന്റ് ചെയ്തേ. അഡൾട്ട് ഹിമോഗ്ലോബിൻ, ദെൻ ഫീറ്റൽ ഹിമോഗ്ലോബിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതെ, യെസ്, വരുന്നുണ്ട് ആൻസർ, ഒരു ഡൗട്ടും ഇല്ല. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. നല്ല സ്പീഡിലാണ് അവർ ചാറ്റ് ചെയ്തത്. ഏതന്നെയാണ് പറയുന്നത്? ആൻസർ എ ആണല്ലേ. HbA, that is approximately 97%, and HbA2 എന്ന് പറയുന്ന ഒരു 2 to 3% അപ്രോക്സ് പറയുകയാണെങ്കിൽ, പിന്നെ HbF ഉണ്ട് അല്ലെ 1%. ദാറ്റ് ഈസ് നോർമൽ ഇൻ അഡൾട്ട് ഹിമോഗ്ലോബിൻ അല്ലെ. അഡൾട്ട് ഹിമോഗ്ലോബിൻ കാണുമ്പോൾ എടുത്താല് നമുക്ക് എന്തൊക്കെ കിട്ടും? HbA, HbA2 ആൻഡ് HbF പെർസെന്റേജ് വളരെ കുറഞ്ഞ പെർസെന്റേജിലാണ് HbF ഉള്ളത്. പിന്നെ എന്താണ് HbS, HbC, HbM? അതായത് ഓപ്ഷൻ ബി പറയുന്നത് ദേ ആർ അബ്നോർമൽ വേരിയൻസ് അല്ലെ. സീൻ ഇൻ ഡിസോർഡർ ലൈക്ക് സിക്കിൾ സെൽ അനീമിയക്ക് ഒക്കെ കാണുന്നതാണ് HbS, C ആൻഡ് M. പിന്നെ വരുന്നത് HbB, HbC, ദാറ്റ് ഈസ് ഓപ്ഷൻ സി വരുന്നത് എന്ത് കണ്ടീഷൻസിലാണ്? ഡിസീസ് ഹിമോഗ്ലോബിൻ, സ്റ്റാൻഡേർഡ് ഹിമോഗ്ലോബിൻ കണ്ടീഷൻ അല്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹിമോഗ്ലോബിൻ കണ്ടീഷൻ അല്ല. സി ഓപ്ഷനും പിന്നെ ഡി ഓപ്ഷൻ HbX, Y, Z പറയുന്നുണ്ട്, അതും സ്റ്റാൻഡേർഡ് ഹിമോഗ്ലോബിൻ ടൈപ്പ് അല്ല. ഓക്കെ ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം. പാക്ഡ് സെൽ വോളിയം, that is PCV, is also called എന്താ പറയാ? ഹെമറ്റോക്രിറ്റ്, then ESR, ഹീമോഗ്ലോബിൻ, MCV. ഏതാണ് പാക്ഡ് സെൽ വോളിയം? PCV. നമ്മൾ കുറെ നോക്കിയതാണ് ഈ ക്വസ്റ്റ്യൻ, സോ ആരും തെറ്റിക്കാൻ പാടില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആണ്, ഒന്നോ തിരിച്ചോ മറിച്ചോ ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല അല്ലെ. ഡയറക്റ്റ് ആണ്. ഏതാ വരുക? യെസ്, എ ആണ്. ഹെമറ്റോക്രിറ്റ് അല്ലെ, ഓപ്ഷൻ എ ആണ്. which refers to the percentage of red blood cell in a given volume of blood അല്ലെ. അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്, അതേ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിക്കുന്നത്. PCV അല്ലെങ്കിൽ ഹെമറ്റോക്രിറ്റ് is refers to the percentage of red blood cells in a given volume of blood. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. നെക്സ്റ്റ് ESR, ഓപ്ഷൻ ബി പറഞ്ഞത് ESR ആണ്. ദാറ്റ് മെഷേഴ്സ് ഇൻഫ്ലമേഷൻ മെഷർ ചെയ്യുന്നതാണ് ഹിമോഗ്ലോബിൻ, വിച്ച് ഇസ് ഓപ്ഷൻ സി മെഷേഴ്സ് ഓക്സിജൻ ക്യാരിയിങ് പ്രോട്ടീൻ ലെവൽ, ആൻഡ് MCV ഓപ്ഷൻ ഡി ഇസ് ദ ആവറേജ് വോള്യൂം ഓഫ് RBC. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Prothrombin type, that is PT, is prolonged in deficiency of factor 7, factor 8, then factor 9, then factor 12. ഏതാണ് വരിക? പ്രോത്രോംബിൻ ടൈപ്പ് ഈസ് പ്രോലോങ്ഡ് ഇൻ ഏത് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി ആണ്? ഇതും വളരെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് കമന്റ് ചെയ്തേ. ഫാക്ടർ 7 ആണോ, 8 ആണോ, 9 ആണോ, 12 ആണോ? ഏതാ വരുക? എ ആണെന്നാണ് അവർ പറയുന്നത്. യെസ്, നമുക്ക് നോക്കാം. എ ആണ് പറയുന്നത്. എ അല്ലെ, എ ആണ് നമ്മളെ ആൻസർ. ദാറ്റ് ഈസ് ഫാക്ടർ 7 അല്ലെ. PT evaluates the extrinsic അല്ലെ, extrinsic pathway ആണ് of coagulation mainly affected by factor 8 അല്ലെ. 7, then factors 10, 5, 2 and fibrinogens. Okay, ഇതൊക്കെയാണ് വരുന്നത്. സോ ഫാക്ടർ 8 ആൻഡ് ഫാക്ടർ 9 എന്ന് പറയുന്നത് ഏതാണ്? ബി ആൻഡ് സി ഓപ്ഷൻ പറയുന്നത് APTT ആണ്, വിച്ച് എഫക്ട്സ് APTT നോട്ട് PT. ഓക്കെ, ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചതാണ്, സോ മാറിപ്പോവാൻ പാടില്ല. Then factor 12, that is option D, is a part of intrinsic pathway. അത് നന്നായി പഠിക്കണം. APTT യും PT യും ഏതൊക്കെയാന്ന് വരുന്നത് കറക്റ്റ് പഠിക്കണം.
Next one. The red urine sample may indicate bilirubemia, then hematuria, then ketone bodies, then alkylatonuria. ഏതാ വരുക? റെഡ് യൂറിൻ. നമുക്ക് യൂറിൻ തന്നെ കുറെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. ബിലിറുബിനി ആണോ, അതോ ഹിമറ്റൂറിയ ആണോ, അതോ കീറ്റോൺ ബോഡീസ് ആണോ, ആൽക്കൽട്ടോന്യൂറിയ ആണോ? ഏതാ വരുക? റെഡ് യൂറിൻ. ബി എന്നാണ് പറയണേ അവര്. ബി അല്ലേ? അപ്പൊ അവർക്ക് ഉറപ്പാണ്. യെസ്, ഹെമറ്റൂറിയ നെയിമിൽ തന്നെ ഉണ്ടല്ലേ, ഹെമറ്റൂറിയ ആണ് വരിക. ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് RBC ഇൻ യൂറിൻ കോസിംഗ് റെഡ് അല്ലെങ്കിൽ പിങ്ക് ഡിസ്കളറേഷൻ അല്ലെ. യൂറിനിൽ ഒരു റെഡ് അല്ലെങ്കിൽ പിങ്ക് കളേർഡ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ബിലിറൂബീനിയ കോസസ് എന്താണ്? യെല്ലോ അല്ലെങ്കിൽ ബ്രൗൺ കളർ യൂറിൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഉള്ളത് കീറ്റോൺ ബോഡീസ് ഗിവ്സ് ഫ്രൂട്ടി ഓർഡർ അല്ലെ, നോട്ട് റിലേറ്റഡ് ടു റെഡ് കളർ ഒന്നുമല്ല. ആൽകാപ്റ്റോനുറിയ കോസസ് ബ്ലാക്ക് യൂറിൻ ഓൺ സ്റ്റാൻഡിങ്, അതും റെഡ് കളർ ഒന്നുമല്ല. സോ അതിന്റെ ആ ഒരു വേർഡ് മീനിങ് തന്നെ ഉണ്ട് അല്ലെ, ഇതില് ക്ലിയർ ആണ്. കളറും കൂടി ആ പേര് എന്താണെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ. Fresh blood on the surface of stool indicate upper GI bleed, then lower GI bleed, then peptic ulcers, then hookworm infection. ഏതാണ് വരുക? GI ട്രാക്ട് നമുക്കറിയാം, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് ആണ്. അപ്പർ ആണോ, ലോവർ ആണോ, അതോ പെപ്റ്റിക് അൾസർ ആണോ, ഹുക്ക്വർം ഇൻഫെക്ഷൻ ആണോ? ഫ്രഷ് ബ്ലഡ് സർഫസ് ഓഫ് സ്റ്റൂൾ ഏതാ വരുക? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ബി എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് ഉറപ്പാണ് ബി ആണ് പറയുന്നത്. യെസ്, ലോവർ ആണല്ലേ, ലോവർ GI ട്രാക്ട് ആണ്. സോ ബ്രൈറ്റ് റെഡ് കളർ ഓൺ ദ സ്റ്റൂൾ സർഫസ് സജസ്റ്റ് എന്താണ്? ബ്ലീഡിംഗ് ഫ്രം ലോവർ GI, മെയിൻലി എയ്നസ് അല്ലെങ്കിൽ റക്റ്റം ഒക്കെയാണ്. ഹെമറോയിഡ്സ് അല്ലെ ഫിഷേഴ്സ് ഒക്കെ കാരണം ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. ദെൻ അപ്പർ GI ബ്ലീഡും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ പറയുന്നത് അപ്പർ GI ബ്ലീഡ് ആണ്. ദാറ്റ് കോസസ് ബ്ലാക്ക് ടാറി സ്റ്റൂൾ മെലന ഡ്യൂ ടു ദ ഡൈജഷൻ ഓഫ് ബ്ലഡ്. Okay, then peptic ulcer typically causes melena. Then hookworm infection may cause occult blood. Okay, hookworm infection which is not visible during bleeding. Okay, any next question like povam. The best time for sputum collection for TB. TB diagnosis is tuberculosis അല്ലേ, നമുക്കറിയാം. Before lunch, early morning, evening, any time. ഏതാണ് ബെസ്റ്റ് ടൈം സ്പ്യൂട്ടം കളക്ഷന്? ട്യൂബർകുലോസിസ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എല്ലാത്തിന്റെയും യൂറിൻ കളക്ഷൻ, പിന്നെ TB, സ്പൂട്ടം അങ്ങനത്തെ ഒക്കെ ചോദിക്കാറുണ്ട്. സ്പെസിമെൻ കളക്ട് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള സമയത്തല്ലല്ലോ കളക്ട് ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ടൈം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം, ഓരോ സ്പെസിമെന്റെയും ഓരോ കണ്ടീഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മൈക്രോബയോളജിയിലും യൂസ്ഫുൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ബി ആണല്ലേ, ഏർലി മോർണിംഗ് ആണ് ആൻസർ വരുന്നത്. because they contains the highest concentration of mycobacterium tuberculosis after overnight accumulation in the lungs. So early morning നമുക്ക് സാമ്പിൾ നന്നായിട്ട് കിട്ടും, അതുകൊണ്ടാണ് early morning എന്ന് പറയുന്നത്. Sputum collected at other times may have reduced diagnostic yield. Okay, so അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതൊന്നും പ്രിഫർ ചെയ്യില്ല, നമ്മൾ early morning collection ആണ് പ്രിഫർ ചെയ്യാം. Next question. Xanthochromia in CSF indicates fungal infection, bacterial infection, subarachnoid hemorrhage, then tuberculosis. ഏതാണ് Xanthochromia in CSF? അപ്പൊ ഓരോ സ്പെസിമെൻ സാമ്പിളിനായിട്ട് വേറെ ഉണ്ട്. യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂളിന്റെ കണ്ടു, ഇപ്പൊ CSF വന്നു. സോ ഒരുവിധം നമ്മൾ എല്ലാ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു മോക്ക് ടെസ്റ്റ്, 3 മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സിലബസ് മൊത്തം കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ ഒരു പോർഷൻ പോലും ഇട്ടിട്ടില്ല, എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, ആൻസർ നോക്കാം അല്ലെ. സി ആണ്, എല്ലാവരും സി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ്. So yellowish discoloration of CSF due to hemoglobin breakdown products after bleeding into the subarachnoid space അല്ലെ. ബ്ലീഡിംഗ് ഓഫ് ബ്ലഡ് എങ്ങോട്ട്? സബ് സ്പേസിലേക്ക് ഇത് ബ്ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് yellowish discoloration കാണുന്നത്. പിന്നെ it is typically appears 2 to 12 hours after bleeding. Okay, അതായത് ഒരു ദിവസം, okay, after bleeding ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കാണാൻ പറ്റില്ല. Then fungal and bacterial infections may cause cloudy or turbid CSF. Okay, that is not related to xanthochromia.
സോ ഇതൊക്കെ എല്ലാവർക്കും ശരിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് തെറ്റിയെന്ന് ഒന്ന് നോട്ട് ചെയ്യണം അല്ലെ? അപ്പൊ അത് പഠിക്കണോ? ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റ് തിരുത്തി പോവാ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നോക്കാം. ഷോ കളേർഡ് പ്ലൂരൽ ഫ്ലൂയിഡ് വിത്ത് ഹൈ പ്രോട്ടീൻ സജസ്റ്റ് ട്രാൻസുഡേറ്റ്, എക്സുഡേറ്റ്, ദെൻ സൈലോത്രോക്സ്, ദെൻ ഹീമോത്രോക്സ്. ഏതാ വരുക? ഷോ കളേർഡ് പ്ലൂരൽ ഫ്ലൂയിഡ് ഇൻ ഹൈ പ്രോട്ടീൻ. ബി എന്ന് പറയുന്നുണ്ട്. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യോ? ഓക്കെ, കുറച്ച് സ്ലോ ആണല്ലോ. ബി ആണ് എല്ലാരും പറയുന്നത്. ഇടയിൽ ആരോ സി മുന്നത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു അല്ലെ? ഓക്കെ, വരുന്നുണ്ട് ബി. ബി തന്നെയാ പറയുന്നത്. ഓക്കെ, എക്സുഡേറ്റ് അല്ലെ? നോക്കാം, നമുക്ക് ആൻസർ നോക്കാം. ബി എക്സുഡേറ്റ് ആണ് അല്ലെ? സ്ട്രോ കളേർഡ് പ്ലൂറൽ. സോ എക്സുഡേറ്റ്സ് ആർ പ്രോട്ടീൻ റിച്ച് ഫ്ലൂയിഡ്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻസ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് മാലിഗ്നൻസി അല്ലെങ്കിൽ TB അതുപോലെ ഉള്ള ഡിസീസിലാണ് ഇത് കാണുന്നത്. ദെൻ ട്രാൻസുഡേറ്റ് പറയുന്ന ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആർ യൂഷ്വലി ക്ലിയർ ആൻഡ് ലോ ഇൻ പ്രോട്ടീൻ കോസ്ഡ് ബൈ സിസ്റ്റമിക് ഫാക്ടേഴ്സ്. പിന്നെ കൈലോതൊറാക്സ്, ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ഇസ് മിൽക്കി. ഓക്കെ, നമ്മൾ അതിന്റെ ആ ഒരു എന്താണ് അതിന്റെ ടെക്സ്ചർ എന്ന് നോക്കി വെക്കണം. മിൽക്കി ഡ്യൂ ടു ലിംഫാറ്റിക് ലീക്കേജ്. ആൻഡ് ഹീമോതൊറാക്സ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ്. സോ ആ ഒരു മിക്സ്ചറിന്റെ കളറും കൂടി ഒന്ന് നോക്കി വെക്കണം. ബാക്കി ഓപ്ഷനും കൂടി ഒന്ന് കളർ ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ഇൻ ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ഫോർമാലിൻ ആസ് എ ഫിക്സേറ്റീവ് ഇൻ റുട്ടീൻ ഹിസ്റ്റോപാത്തോളജി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആണ്, ശ്രദ്ധിക്കുക. ഫുൾ എല്ലാ സെന്റൻസും അതെ ലെങ്ത് ഉണ്ട്. അപ്പൊ എല്ലാം വായിക്കുക. ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം അല്ല വായിക്കുക, എല്ലാം വായിച്ചിട്ട് വേണം നിങ്ങളുടെ ഉത്തരത്തിലോട്ട് എത്താൻ. ഓക്കെ, ഫോർമാലിൻ പ്രൊവൈഡ്സ് എക്സലന്റ് ന്യൂക്ലിയർ ഡീറ്റെയിൽ ബട്ട് ഡിസോൾവ് സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ്. ദെൻ ഓപ്ഷൻ ബി, ഫോർമാലിൻ പെനിട്രേറ്റ് ടിഷ്യൂ സ്ലോലി ബട്ട് പ്രിസർവ് അൾട്രാ സ്ട്രക്ചർ ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ദെൻ ഫോർമാലിൻ preserves tissue morphology by cross-linking protein without significant dissolvation. And then formalin is preferred for its ability to fix lipids and carbohydrates selectively. ഏതാണ്? സിമ്പിൾ ആണ് ഓപ്ഷൻസ്. ഫോർമാലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് സിമ്പിൾ ആണ് ഓപ്ഷൻ ഇല്ലത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മതി. ലെങ്തി ആണെന്ന് വിചാരിച്ചിട്ട് അത് വിടാൻ പാടില്ല. ലെങ്തി ആണ്, ചിലപ്പോ എനിക്ക് മനസ്സിലാവില്ല, അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. അതെ, കറക്റ്റ് ആണ്, ഡയറക്റ്റ് ആണ്. ഇത് സി ആണെന്നാണ് അവർ പറയണത്. വരുന്നുണ്ട്, ആൻസർ വരുന്നുണ്ട്. സോ എല്ലാവരും വായിച്ചു അല്ലേ? മടിയൊന്നുമില്ല, എല്ലാവരും വായിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. സി ആണല്ലേ? എന്താണ്? ഫോർമാലിൻ പ്രിസർവ്സ് ടിഷ്യൂ മോർഫോളജി ബൈ ക്രോസ് ലിങ്കിങ് പ്രോട്ടീൻസ് വിത്തൗട്ട് സിഗ്നിഫിക്കന്റ് ഡിസ്റ്റോർഷൻ. അതല്ലേ വേണ്ട നമുക്കല്ലേ? നമ്മൾ ഹിസ്റ്റോളജിയിൽ തന്നെ നമുക്ക് ക്ലിയർ സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? സെക്ഷനിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കണം. സോ അതിൽ ഡിസ്റ്റോർഷനോ കാര്യങ്ങളൊന്നും പാടില്ല, റിങ്കിൾസും കാര്യങ്ങളൊന്നും പാടില്ല. സോ ഫോർമാലിൻ, ദാറ്റ് ഈസ് 10% ന്യൂട്രൽ ബഫേർഡ് ഫോർമാലിൻ is widely used because it cross links proteins അല്ലെ, preserving the overall architecture of tissues without major distortion. സോ അതുകൊണ്ട് നമ്മൾ ഫോർമാലിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആയത്, ഫോർമാലിൻ പ്രിസർവ്സ് ബോത്ത് ന്യൂക്ലിയർ ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഡീറ്റെയിൽസ്. ഓക്കെ, അതും ചെയ്യുന്നുണ്ട്. എന്താണ്? ന്യൂക്ലിയർ ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി ഇസ് മോർ ആപ്ലിക്കബിൾ ടു ഗ്ലൂട്ടാറാൾഡിഹൈഡ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. നമ്മൾ പഠിച്ചത് അതല്ലേ? ഗ്ലൂട്ടാറാൾഡിഹൈഡ് ആണ് യൂസ് ചെയ്യുക ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ഫസ്റ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂട്ടാറാൾഡിഹൈഡ്. പിന്നീട് ഓപ്ഷൻ ഡി is incorrect because formalin is not ideal for fixing lipids അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. നിങ്ങൾ ആ ഒരു ലെങ്തി ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോവാൻ പാടില്ല. അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സിമ്പിൾ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? Which chemical is used for dehydration in tissue processing? Formalin, alcohol, acetone, chloroform. ഏതാണ് ഡീഹൈഡ്രേഷൻ? ഏത് കെമിക്കലാണ് ടിഷ്യൂ പ്രോസസിങ്ങിന് ഡീഹൈഡ്രേഷൻ? ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്, ഡീഹൈഡ്രേഷൻ. ഫോർമാലിൻ, ആൽക്കഹോൾ, അസറ്റോൺ, ദെൻ ക്ലോറോഫോം. സി എന്ന് പറയുന്നുണ്ട്, ബി എന്നും പറയുന്നുണ്ട്. സി, ബി. ഒരാള് സി ആണെങ്കിൽ ഒരാൾ കെമിക്കൽസിന്റെ പേര് തന്നെയാണ് പറയണത് അല്ലെ? നല്ല പക്ക ക്ലിയർ ആയിരിക്കണം. കെമിക്കൽസിന്റെ നമ്മൾ ബോക്സ് ഒക്കെ തന്നിട്ടുണ്ട്. സോ അതൊന്ന് പഠിക്കണം.
യെസ്, അറിയാം, ആൽക്കഹോൾ ആണല്ലേ. ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ ഇസ് ഡൺ യൂസിങ് ഗ്രേഡഡ് ആൽക്കഹോൾ. നമ്മൾ എത്തനോളിന്റെ ഗ്രേഡ് വെച്ചാൽ ഇത്ര ശതമാനം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നില്ലത്. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നമ്മൾ ശതമാനം ഇത്ര പെർസെന്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു റിമൂവ് ദ വാട്ടർ ഫ്രം ടിഷ്യൂസ് അല്ലെ. നമ്മൾ എന്താണ് റിമൂവ് ചെയ്യണം ബിഫോർ ക്ലിയറിംഗ് തന്നെ. നമ്മൾ എംബഡിങ്, ക്ലിയറിംഗ്, ഈ സ്റ്റെപ്പിന്റെ മുന്നിൽ തന്നെ നമ്മൾ ഈ വാട്ടേഴ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൽക്കഹോൾ. ഓക്കെ, പെർസെന്റേജ് ഗ്രേഡഡ് ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഫോർമാലിൻ ഇസ് എ ഫിക്സേറ്റീവ് നോട്ട് യൂസ്ഡ് ഫോർ ഡീഹൈഡ്രേഷൻ. ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അസറ്റോൺ ക്യാൻ ഡീഹൈഡ്രേറ്റ് ബട്ട് ഇസ് ലെസ് കോമൺലി യൂസ് ഡ്യൂ ടു ഹൈ വോളറ്റാലിറ്റി അല്ലെ. പെട്ടെന്ന് തന്നെ അത് ആവിയായി, ഹൈ വോളറ്റാലിറ്റി കൂടുതലാണത്. ദെൻ ക്ലോറോഫോം ഇസ് യൂസ്ഡ് ആസ് എ ക്ലിയറിംഗ് ഏജന്റ്. ഓക്കെ, ഇതിൽ വേറെ ഒരു പോയിന്റ് നിങ്ങൾക്ക് നോക്കാം. ക്ലോറോഫോം ഇസ് യൂസ്ഡ് ആസ് എ ക്ലിയറിംഗ് ഏജന്റ് ആൻഡ് നോട്ട് ആസ് എ ഡീഹൈഡ്രേറ്റ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. നിങ്ങൾ ആ ബോക്സ് ഒന്നും കൂടി നോക്കി പഠിക്കണം. നെക്സ്റ്റ് നോക്കാം, ഇയോസിൻ സ്റ്റെയിൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സ്റ്റെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, DNA ആൻഡ് ദെൻ RNA. ഇയോസിൻ സ്റ്റെയിൻ. നമ്മൾ 3 മോക്ക് ടെസ്റ്റിലായിട്ട് ഇയോസിൻ പറയാറുണ്ട്. അതെ, ഹെമറ്റോക്സിലിൻ, ഇയോസിൻ, H&E. H&E സ്റ്റെയിൻ ഏതാ വരുവാ? യെസ്, ബി ആണ്. ഡൗട്ട് ഇല്ല അല്ലെ, നമുക്ക് ബി ആണ്. സൈറ്റോപ്ലാസം ആണ് അല്ലെ. ഇയോസിന്റെ കാര്യം പറയുമ്പോ സൈറ്റോപ്ലാസം ആണ്. സോ ദാറ്റ് ഈസ് എൻ അസിഡിക് ഡൈ അല്ലെ, ഒരു അസിഡിക് ഡൈ ആണ്. എന്തിനൊക്കെ സ്റ്റെയിൻ ചെയ്യും? DNA, RNA, അതൊക്കെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. സ്ട്രക്ചേഴ്സ് അതൊക്കെ ഏതാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? ഹെമറ്റോക്സിലിൻ അല്ലെ. ന്യൂക്ലിയസ് അല്ലെ, DNA, RNA ഒക്കെ സ്റ്റെയിൻ ചെയ്യുന്നത് ഹെമറ്റോക്സിലാണ്. ഇയോസിൻ സ്റ്റെയിൻ ചെയ്യുന്നത് ഏതാണ്? സൈറ്റോപ്ലാസ്മിക് പ്രോട്ടീൻസിനൊക്കെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. എന്താണ് കളർ? പിങ്ക് ടു റെഡ് കളറിലാണ് ഉണ്ടാവുക. ദ ന്യൂക്ലിയസ്, DNA, RNA ഓപ്ഷൻ A, C, D ഒക്കെ എന്താണ്? ദേ ആർ ഹെമറ്റോക്സിലിൻ അല്ലെങ്കിൽ ഒരു ബേസിക് ഡൈ ആണ് which binds to acidic structures like nucleic acid. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അത് എന്തായാലും പഠിച്ചു വെക്കണം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം H&E ന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ പിന്നീട് റിഗ്രറ്റ് അടിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ അത് ഒന്ന് ക്ലിയർ ആക്കുക. ഇന്ന് തന്നെ ക്ലിയർ ആക്കണം ആ ഒരു പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. PAS strain is used for detecting lipids, carbohydrates, protein, then nucleic acid. ഏതാ വരുവാ? PAS strain. നമ്മൾ കുറെ സൂപ്പർസിനും എല്ലാം നമ്മൾ കൊടുത്തതായിരുന്നു. ഫോക്കസ് ചെയ്ത ഒരു ഏരിയ ആണ് PAS അല്ലെ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ട്രാ ചെയ്തിരുന്നു PAS റിലേറ്റഡ് ആയിട്ടുള്ള. ഇത് സിമ്പിൾ ആണല്ലോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ, വളരെ സിമ്പിൾ ആണ്. പിന്നെ എന്ത് പറ്റി ടഫാന്ന് പറഞ്ഞത്? ഫസ്റ്റ് പേപ്പർ ആണ് സിമ്പിൾ എന്ന് പറഞ്ഞത്. ഇത് സ്റ്റാർട്ടിങ്ങേ സിമ്പിൾ ആണല്ലോ. പക്ഷെ എല്ലാവർക്കും ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ മോക്ക് ടെസ്റ്റ് ബി ആണെന്നാണ് അവർ പറയണേ. ഓക്കെ, ബി അല്ലെ. ബി ആണ് പറയുന്നത്. നമുക്കറിയാം, ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കാർബോഹൈഡ്രേറ്റ് പാസ് എന്ന് പറയാം. പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അല്ലെ. ഗ്ലൈക്കോജൻസ് അല്ലെങ്കിൽ മ്യൂക്കോ പോളിസാക്രൈഡ്സ്, പിന്നെ ബേസ്മെന്റ് മെംബ്രെയിൻസ് ഒക്കെ സ്റ്റെയിൻ ചെയ്യാൻ, ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബാക്കി ലിപ്പിഡ്സ് ആർ സ്റ്റെയിൻ ബൈ ഓയിൽ റെഡ് ഓ അല്ലെങ്കിൽ സുഡാൻ സ്റ്റെയിൻ ഒക്കെ വെച്ചിട്ടാണ് ലിപ്പിഡ്സ് ചെയ്യുന്നത്. ദെൻ പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് ആർ നോട്ട് സെലക്ടീവ്ലി സ്റ്റെയിൻ ഫോർ പാസ്. സോ എന്ത് വന്നാലും പാസ് സ്റ്റെയിൻ പറഞ്ഞാല് ഒരു ക്വസ്റ്റ്യൻ പാസ് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ആലോചിച്ച് നോക്കുക. എന്ത്? ഗ്ലൈക്കോജൻ, മ്യൂക്കോപോളിസാക്രൈഡ്സ്, ബേസ്മെന്റ് മെംബ്രെയിൻസ് ഒക്കെയാണ് വരിക. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് വരിക പാസ് സ്റ്റെയിനിൽ. ആ ഫുൾ ഫോം കൂടി ഒന്ന് ഓർത്ത് വെക്കുക അല്ലെ. PAS അല്ലെ, പീരിയോഡിക് ആസിഡ് ഷിഫ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോമൺ ഡീകാൽസിഫൈങ് ഏജന്റ് അസറ്റോൺ, HCl, ആൽക്കഹോൾ, ടൊലീൻ. ഏതാണ് കോമൺ ഡീകാൽസിഫൈങ് ഏജന്റ്? അസറ്റോൺ ആണോ, ആൽക്കഹോൾ ആണോ, HCl ആണോ, ടൊലീൻ ആണോ? ഏതാണ് വരുക? കോമൺ ഡീകാൽസിഫൈങ്. അതും വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, നമുക്ക് നോക്കാം അല്ലേ. സുമയ്യ, അശ്വിനി, നാജിയ എല്ലാരും എന്ന് പറയുന്നത്. നാശ്രീ. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, വെരി ഗുഡ്. ബി ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നമുക്കറിയാം സ്ട്രോങ് ആസിഡ് ആണ് വിച്ച് ഇസ് യൂസ് ഫോർ ഡീകാൽസിഫൈയിങ് ബോൺസ് അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും കാൽസിഫൈഡ് ടിഷ്യൂസിനൊക്കെ ഡീകാൽസിഫൈങ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് അസറ്റോൺ, ആൽക്കഹോൾ, ടൊളീൻ ഒക്കെ എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ ക്ലിയറിംഗ്. അവരൊന്നും ഡീകാൽസിഫിക്കേഷൻ അല്ല,
HCl അല്ലെ, നമുക്കറിയാം HCl സ്ട്രോങ്സ്റ്റ് ആസിഡ് ആണ്. സോ ആ ആസിഡ് യൂസ് ചെയ്ത് നമ്മൾ കാൽസിഫൈഡ് ടിഷ്യൂസിനൊക്കെ എന്താണ് ഡീകാൽസിഫൈ ചെയ്യുന്നത് ഹിസ്റ്റോളജിക്കൽ പർപ്പസിന്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറയുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of this following is the primary purpose of cytological screening? Cytological screening primary purpose അല്ലേ? Determine blood group, then detect infections, then detect malignancy, then measure hormone levels. ഏതാ വരുക? ജസ്റ്റ് ഒരു പ്രൈമറി പർപ്പസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സൈറ്റോളജിക്കൽ സ്ക്രീനിങ് എന്തിനാ ചെയ്യുന്നത്? പ്രൈമറിലി നമ്മൾ എന്തിനാ ചെയ്യുന്നത് സൈറ്റോളജിക്കൽ സ്ക്രീനിങ്? ബ്ലഡ് ഗ്രൂപ്പ്സിനെ ഡിറ്റർമിൻ ചെയ്യാനാണോ, അതോ ഇൻഫെക്ഷൻസ് ഡിറ്റക്ട് ചെയ്യാനാണോ, അതോ മാലിഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനാണോ, അതോ ഹോർമോൺ ലെവൽസ് ഒക്കെ ഉണ്ടല്ലോ അതിനെ മെഷർ ചെയ്യാനാണോ? ഏതാ വരുക? സൈറ്റോളജിക്കൽ സ്ക്രീനിങ്. ആൻസർ വരുന്നുണ്ട്, നമുക്ക് നോക്കാം അല്ലേ. സി ആണ്. സി ഒരുവിധം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വീണ, രശ്മിയ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സി ഡിറ്റക്ട് മാലിഗ്നൻസി. Malignancy detect ചെയ്യാൻ like pap smear which is primarily used to detect cancer and precancerous changes അല്ല, അതൊക്കെ ഡിറ്റക്ട് ചെയ്യാനാണ്. cervical cancer screening ഒക്കെ ചെയ്യാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ബ്ലഡ് ഗ്രൂപ്പിംഗ് ഡിറ്റർമൈൻസ്, നമ്മൾ ഓപ്ഷൻ എ പറഞ്ഞല്ലേ, ബ്ലഡ് ഗ്രൂപ്പിംഗ് ഡിറ്റർമൈൻസ് ഹോർമോൺസ് മെഷർമെന്റ്സ്. ഇതൊന്നും എന്താണ് സൈറ്റോളജിക്കലി ആപ്ലിക്കബിൾ അല്ല. while infections B can be C, പക്ഷേ malignancy detection is the main purpose. കണ്ട, ഇൻഫെക്ഷൻസ് ബി ഓക്കെ ആണ്, പക്ഷേ മാലിഗ്നൻസി ഓപ്ഷനിൽ ഇല്ല കൊണ്ട് നമ്മൾ ഏതിന് പ്രിഫറൻസ് കൊടുത്തു? മാലിഗ്നൻസിക്ക് കൊടുത്തു. ഓക്കെ, ഇൻഫെക്ഷൻസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാലിഗ്നൻസി, അത് അവിടെ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം. അതെ, ഓക്കെ. ഇനിയിപ്പോ ഓപ്ഷൻസിൽ മാലിഗ്നൻസി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് കൊടുക്കാം. ഓക്കെ, സോ മാലിഗ്നൻസി ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാലിഗ്നൻസി ആൻസർ വേണം ചൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി? FNAC. DNA extraction, tissue fixation, cellular diagnosis, then genetic analysis. FNAC. അതും നമ്മൾ റിപ്പീറ്റ് അതെ, കുറെ റിപ്പീറ്റ് ചെയ്തതാണ് FNAC. ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. ഏതാ വരുവാ? DNA extraction, tissue fixation, cellular diagnosis, then genetic analysis. ആൻസർ വരുന്നുണ്ട്. ആൻസർ നോക്കാം നമുക്ക്. സി. ഓക്കെ, എല്ലാവരും ഒരുവിധം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. സെല്ലുലാർ ഡയഗ്നോസിസ് ആണല്ലേ FNAC നമ്മൾ ചെയ്യുന്നത്. ഫൈൻ നീഡിൽ ആസ്പിറേഷൻ, എങ്ങനെയാ അത്? നീഡിൽസ് എടുത്തിട്ട് എന്തെങ്കിലും അല്ല മാസ് ലൈക്ക് തൈറോയിഡ് അല്ലെങ്കിൽ ലംഫ് നോഡ്സിലൊക്കെ നമ്മൾ ആസ്പിറേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് അല്ലേ, അവിടുത്തെ ലീഷൻസ് ഒക്കെ. Then it helps in distinguishing benign and malignant cells. അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ കൊടുക്കുക ചെയ്യുന്നത് ബെനൈനിലാണോ അല്ലെ മാലിഗ്നൻസി ആണോ, അത് നമ്മൾ ഒരു ജസ്റ്റ് ഒരു കൺഫർമേഷൻ. ഇത് FNAC ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യാൻസറോ അങ്ങനെയൊന്നും അല്ല, ജസ്റ്റ് ഒരു കൺഫർമേഷൻ. ഓക്കെ, വെദർ ഇറ്റ് ഈസ് ഇൻ ബെനൈൻ സ്റ്റേജ് അല്ലെങ്കിൽ എന്താണ് മാലിഗ്നന്റ് ആയോന്നോ ആ ഒരു സെൽസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FNAC ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് യൂസ് ഫോർ DNA എക്സ്ട്രാക്ഷൻ, ടിഷ്യൂ ഫിക്സേഷൻ അല്ലെങ്കിൽ ജനറ്റിക് അനാലിസിനൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് FNAC പറ്റി ചോദിച്ചത്. Next question. Cytocentrifugation is particularly useful for urine samples, histological tissues, then buccal smears, then pap smears. Cytocentrifugation. Urine samples, histological tissue, then buccal smear, then pap smears. ഏതാ വരും ആൻസർ? ഒന്ന് കമന്റ് ചെയ്തേ. Cytocentrifugation. സൈറ്റോസെൻട്രിഫിക്കേഷൻ ഏതിനാ യൂസ്ഫുൾ ആയിട്ടുള്ളത്? എ എന്ന് പറയുന്നുണ്ട്, നാജിയ, ആൽഫിയ, സുമയ്യ അല്ലെ, നയന, കുറച്ചൊരു റഹ്ന. ഓക്കെ, ചെറിയൊരു കൺഫ്യൂഷൻ ഇല്ല പോലെ. ചിലപ്പോ മുന്നത്തെ ആൻസറിന്റെ ഇനിയിപ്പോ നിങ്ങൾക്ക് നെറ്റ് എങ്ങാനും വൈകിട്ട് കമന്റ് ഇട്ടതാണോ എന്നറിയില്ല. ഓക്കെ ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ആൻസർ വരുന്നത്. സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ അല്ലെ, വിച്ച് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ഡയഗ്നോസിങ് യൂറിൻ സാമ്പിൾസ്. എന്തുകൊണ്ടാണ്? കാരണം സെല്ലുലാരിറ്റി കുറവാണല്ലേ. സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ കോൺസെൻട്രേഷൻ സ്കാൻറ്റി സെൽസ് ആണ് അല്ലെ, അത്ര കൂടുതലൊന്നും സെൽസ് ഒന്നും ഇല്ല. ഫ്രം ഫ്ലൂയിഡ് സാമ്പിൾസ് ലൈക്ക് യൂറിൻ, CSF അതുപോലത്തെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അത്രയും സെൽസ്, സ്കാൻറ്റി സെൽസ് അല്ലെങ്കിൽ സെല്ലുലാരിറ്റി, ലോ സെല്ലുലാരിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, സോ എല്ലാത്തിന്റെ മീനിങ് സെയിം ആണ്. സോ അതുകൊണ്ട് നമ്മൾ എന്താണ് സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ ആണ്
ചെയ്യുന്നത്. യൂറിൻ സാമ്പിൾസിനൊക്കെ ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ ഹിസ്റ്റോളജിക്കൽ ടിഷ്യൂ. ബി പറയുന്നത് ഓർ കോമൺലി ഫോർ ബക്കൽ ആൻഡ് പാപ്സ്മിയർ. സിയും ഡിയും ഓപ്ഷൻസ് ഒന്നും അതുകൊണ്ട് വരില്ല. ഓക്കെ, സോ എന്താ സ്കാൻഡി അല്ലെങ്കിൽ ലോ സെല്ലുലാരിറ്റി ഒക്കെ വന്നാൽ അത് കുറവ്, സെൽസിന്റെ എണ്ണം കുറവ് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കണം, ആ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെത്തേഡ് ഓഫേഴ്സ് ബെറ്റർ ഡിറ്റക്ഷൻ ഓഫ് ലോ ഗ്രേഡ് ലീഷൻസ്? കൺവെൻഷണൽ പാത്ത്, ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി, ബാർ ബോഡി ടെസ്റ്റ്, ദെൻ സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ. ഏതാ വരുക? Which method is offers better detection of low grade lesions? ഏതാ? കൺവെൻഷണൽ പാപ്പ് ആണോ, ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി ആണോ, അതോ ഇപ്പൊ കണ്ട സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ, അതുപോലെ ബാർ ബോഡി ടെസ്റ്റ്? ഏതാ വരുക? ആൻസർ നോക്കാം അല്ലെ. ബി ആണ് അല്ലെ, ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി, LBC ആണ്. which improves cell preservation, clarity and reduce artifacts, allowing better detection of low grade epithelial abnormalities compared to the conventional pap smear. So നമ്മൾ LBC ആണ് യൂസ് ചെയ്യുക. ലിക്വിഡ് ബേസ് സൈറ്റോളജി ആണ് LBC എന്ന് പറഞ്ഞാല്. ഇതുകൊണ്ട് എന്താണ് ഇംപ്രൂവ്, ദിസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് പ്രിസർവേഷൻ. ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത് ലാബിൽ, പ്രിസർവേഷൻ ആൻഡ് ബെറ്റർ ക്ലാരിറ്റി ഒക്കെ വേണ്ടത്. സോ നമ്മൾ LBC ആണ് ചൂസ് ചെയ്യുന്നത്. ബാർ ബോഡി ടെസ്റ്റ് ആൻഡ് സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ ആർ നോട്ട് യൂസ്ഡ് അല്ലെ. ബാർ ബോഡി സൈറ്റോസെൻട്രിഫ്യൂഗേഷൻ കാര്യത്തിന്റെ ഒന്ന് അതെല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. സോ LBC ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A well-prepared cytological smear should be thick and multi-layer, even, thin and fixed immediately, dried in air, then rinsed with water. ഏതാ well-prepared cytological smear? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. സ്മിയർ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് പഠിക്കുന്ന അല്ലേ. തിക്ക് ആൻഡ് മൾട്ടി ലെയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ കിട്ടുന്ന, അത് നിങ്ങൾ നന്നായി പഠിക്കണം എന്നൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഈവൻ, തിൻ ആൻഡ് ഫിക്സ്ഡ് ഇമ്മീഡിയറ്റ്ലി, dried in air, rinsed with water. ഏതാ? യെസ്, വെരി ഗുഡ്. എല്ലാവരും പറയുന്നുണ്ട് ആൻസർ. എല്ലാവരും ബി തന്നെയാ പറയുന്നത്. തന്നെ നമുക്ക് നോക്കാം. ബി, ഈവൻ, തിൻ ആൻഡ് ഫിക്സ്ഡ് ഇമ്മീഡിയറ്റ്ലി അല്ലെ. നമുക്കറിയാം ഭയങ്കര തിൻ ആയിരിക്കണം അല്ലെ. നമ്മള് ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ സ്കൂളിലൊക്കെ നമ്മൾ ലാബില് ലബോറട്ടറി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിൻ സെക്ഷൻസ് എല്ലാം എടുക്കുക അല്ലെ. പ്രോപ്പർ സൈറ്റോളജിക് സ്മിയർ പ്രിപ്പറേഷൻ ensures thin single layer of cells for accurate and immediate fixation അല്ലെ. യൂഷ്വലി വിത്ത് ആൽക്കഹോൾ അല്ലെങ്കിൽ സ്പ്രേ ഫിക്സേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യും ടു പ്രിസർവ് സെല്ലുലാർ ഡീറ്റെയിൽസ് അല്ലെ. നമുക്ക് നമ്മളെ സെല്ലുലാർ ഡീറ്റെയിൽസ് അതെല്ലാം നന്നായി നല്ല ക്ലിയർ ആയിട്ട് കാണേണ്ടതാണ്. സോ നല്ല തിൻ സെക്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അത്രമാത്രം തിന്നാണ് അത്രയും അക്യുറേറ്റ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. തിക് എയർ ഡ്രൈഡ് അല്ലെങ്കിൽ വാട്ടർ റിൻസ്ഡ് ഒക്കെ ആവുമ്പോ എന്താണ് അതിന്റെ ആ ഒരു ടെക്സ്ചർ, ആ ഒരു സ്ട്രക്ചറേ മാറിപ്പോവും അല്ലെ. ആ ഒരു രൂപയെ മാറിപ്പോവും. നമ്മളെ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും, നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ ഉള്ളിലത്തെ ഓർഗനൽസ് ഒന്നും വിസിബിൾ ആവില്ല അല്ലെ. സോ ഡയഗ്നോസ്റ്റിക് ക്വാളിറ്റി റെഡ്യൂസ് ആവും. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In Q banding, which dye is used? Giemsa, acridine orange, then quinacridine, then safranin. ഏതാ വരുക? ക്യൂ ബാൻഡിങ്. സിമ്പിൾ ആണല്ലേ. ക്യൂ ബാൻഡിങ് തന്നെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ക്യൂ ബാൻഡിങ് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. നിങ്ങൾ വേഗം ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു മടിയും വേണ്ട, നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് ഡിസ്കഷൻ ആണല്ലേ ഇത്. നാളെ നമ്മുടെ എക്സാം ആണ്. ഓക്കെ, യെസ്. സി അല്ലെ, അതിൽ തന്നെ ഉണ്ട് ആൻസർ. ക്യുനാക്രിൻ ആണ് അല്ലെ. ക്യൂ എന്ന് വന്നുകൊണ്ട് നമുക്കറിയാം സി ആണ് അല്ലെ. ക്യുനാക്രിൻ ബാൻഡ് യൂസസ് quinacridine, a fluorescent dye ആണ്, which is used to highlight specific banding pattern on chromosome. എന്ത് വെച്ചാണ്? UV ലൈറ്റ് വെച്ച്. ബാക്കിയുള്ളതൊക്കെ ബാക്കിയൊക്കെ ഇതായിട്ട് റിലേറ്റഡ് അല്ല. ബാക്കി ജീംസ സ്റ്റെയിൻസ് ആണ്, ദെൻ അക്രിഡിൻ ഓറഞ്ച്, സാഫ്രനിൻ, ഇതൊക്കെ വേറെ സ്റ്റെയിൻസ് ആണ്, വിച്ച് ഇസ് യൂസ് ഫോർ എന്താണ് ന്യൂക്ലിക് ആസിഡ് സ്റ്റെയിനിങ്. അക്രിഡിൻ ഓറഞ്ച് യൂസ് ചെയ്യുന്നത്, ദെൻ സാഫ്രിൻ യൂസ് ചെയ്യുന്നത് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയൈ ഒക്കെ സ്റ്റെയിൻ ചെയ്യാനാണ്. അതൊന്നും ക്യൂ ആയിട്ട് റിലേറ്റഡ് അല്ല, അല്ലെ ക്യുനാക്രിൻ ആയിട്ട് റിലേറ്റഡ് അല്ല. ബാക്കി ബാൻഡും കൂടി ഏത് ബാൻഡിങ്ങിനാണ് എന്നുകൂടി ഒന്ന് പഠിക്കണം. സ്റ്റെയിനിങ് ഏതിനാന്ന് കൂടി. ഓക്കെ, ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം ഇൻ ദ ഹ്യൂമൻ ഡിപ്ലോയിഡ് സെൽ ഈസ് 22, 46, 23, then 44. ഇതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ.
നമ്മൾ എത്രാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ അങ്ങനെ പഠിച്ചു വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെ. പക്ഷെ ഇതിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഹ്യൂമൻ ഡിപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞ ഡിപ്ലോയിഡ് ആണ്. സോ അതൊന്ന് ശ്രദ്ധിക്കണം. ഹാപ്ലോയിഡ് ആകുമ്പോൾ മാറും, ഡിപ്ലോയിഡ് ആകുമ്പോൾ മാറും. സോ ആ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡിൽ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. പേർഡ് എന്നാണോ ചോദിച്ചിട്ടുള്ളത്, അതും കൂടി ഒക്കെ ഒന്ന്. ഡിപ്ലോയിഡ് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ 2n സ്റ്റേറ്റിലാണ്. ഹാപ്ലോയിഡ് പറയുമ്പോ n ആണ്. സോ അതെങ്ങനെയാണ് വരുന്നത്, എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് എന്ന് പഠിച്ചു വെക്കുക, നോക്കി വെക്കുക. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ആൻസർ വരുന്നത് ഏതാണ്? ബി ആണല്ലേ, 46. അതെ, നമ്മൾ ചിലപ്പോ 23 പെയർ എന്ന് പറഞ്ഞ ഓർമ്മയിൽ അങ്ങനെ ആൻസർ ചെയ്തത്. അതെ, സോ 23 പെയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം 23 പെയേഴ്സ്. അതിൽ 22 പെയേഴ്സ് ഓട്ടോസോംസ് ആണ്. 1 പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോം ആണ്. Okay, so a diploid human cell contains 46 chromosome diploid. ഇനി ഹാപ്ലോയിഡ് പറയുമ്പോൾ എത്രയാണ്? 23 അല്ലേ? ജസ്റ്റ് അതിന്റെ ഹാഫ് ആണ്. 23 is the number of haploid gametes ആണ്. Then 22A and 44D. Okay, ആ ഓപ്ഷൻസ് ആണ് പറഞ്ഞത് are incorrect. ബാക്കി ഓപ്ഷൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. Okay. Trisomy 21 is also known as Turner syndrome, then Cutter syndrome, then Eduooz syndrome, then Down syndrome. ഏതാ വരുക? ട്രൈസോമി 21. നമ്മൾ ഓരോരോ സിൻഡ്രോമിലും ഓരോ ക്രോമോസോം നമ്പർ ഒക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് നോക്കിയിരുന്നു. ഒന്ന് കമന്റ് ചെയ്തേ. ട്രൈസോമി 21 ടർണർ ആണോ, പറ്റാവ് ആണോ, അതോ എഡ്വാർഡ്സ് ആണോ, ഡൗൺ സിൻഡ്രോം ആണോ? ഏതാ വരുക? ഓക്കെ, ബി, ഡി, ഡി, സി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതാ വരുക? നമുക്ക് നോക്കാം. ഡി ആണ് അല്ലെ, ഡി ആണ്. ഡൗൺ സിൻഡ്രോം ആണ് നമ്മുടെ ആൻസർ വരിക. ട്രൈസോമി 21. നമുക്ക് എന്തുകൊണ്ടാ നോക്കാം. എന്തുകൊണ്ടാ? Trisomy 21 means an extra chromosome 21 causing Down syndrome. Okay, ബാക്കി നമ്മുടെ ഓപ്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. Turner syndrome 45, then XO ആണ്. Then Patau syndrome is a trisomy 13 ആണ്. Eduooz അന്ന് നമ്മൾ 18 ഒന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞു അല്ലെ. 18 Eduooz. അതെ, ഇ ഒന്ന് ഓർത്തിരിക്കുക, ഓർമ്മിച്ചാൽ മതി. അതെ, ഇന്നലെ Eduooz syndrome ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Translocation involves duplication of chromosome, then deletion of parts of chromosome, movement of chromosomal segments, then inversion of DNA sequences. Translocation അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിളും ആണ് അല്ലെ. ട്രാൻസ്ലോക്കേഷൻ വളരെ സിമ്പിൾ ആണ്. ഏത് വരാം? ക്രോമസോമിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണോ, അതോ പാർട്സ് ഓഫ് ക്രോമസോം ഡിലീറ്റ് ആവുന്നതാണോ, അതോ ക്രോമസോമൽ സെഗ്മെന്റ് മൂവ്മെന്റ് ആവുന്നതാണോ, അതോ DNA സീക്വൻസ് ഇൻവേർഷൻ ആവുന്നതാണോ? ഏതാ? ട്രാൻസ്ലൊക്കേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ട്രാൻസ്ലൊക്കേഷൻ. സി ആണെന്നാണ് അവര് പറയുന്നത്. ഡി നമുക്ക് നോക്കാം. സോ അത് വായിച്ച് ശ്രദ്ധിച്ച് വായിക്കണം. സി ആണ്, മൂവ്മെന്റ് ഓഫ് ക്രോമസോമൽ സെഗ്മെന്റ് ആണ്, മൂവ്മെന്റ് ആണ്, ട്രാൻസ്ലൊക്കേഷൻ ആണ്. ട്രാൻസ്ലൊക്കേഷൻ. So it refers to the transfer of a segment from one chromosome to another non-homologous chromosome. അല്ലെ, 22 അതായത് 22nd 9th പോകുന്ന ആ ഒരു പ്രോസസ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? റെപ്പിറ്റേഷൻ ഓഫ് എ സെഗ്മെന്റ് ആണ്. ഓപ്ഷൻ എ. സോ അത് ഇത് റിലേറ്റഡ് അല്ല. ഡിലീഷൻ, ദാറ്റ് ഇസ് ലോസ് ഓഫ് എ സെഗ്മെന്റ്, ആൻഡ് ഇൻവേർഷൻ ഒന്ന് ഫ്ലിപ്പ് ആവുന്നത് അല്ലെ, ഫ്ലിപ്ഡ് ഓറിയന്റേഷനിൽ വരുന്നത്, അതൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ റിലേറ്റഡ് അല്ല. സോ ദ ആൻസർ ഇസ് ട്രാൻസ്ലൊക്കേഷൻ അല്ലെ. ഏതാണ് ആൻസർ? സി ആണ് ആൻസർ. The term karyogram refers to the banding pattern of a chromosome. The photograph of stained chromosome arranged in pairs. The chromosome number only. The genotype. ഏതാ വരാ? ടേം കാരിയോഗ്രാം അല്ലെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരിയോഗ്രാം എന്താണ്? ബാൻഡിങ് പാറ്റേൺ ഓഫ് ക്രോമസോം ആണോ, അതോ ഫോട്ടോഗ്രാഫ് ഓഫ് സ്റ്റെയിൻ ക്രോമസോം ആണോ, ക്രോമസോം നമ്പർ ആണോ, ദ ജീനോടൈപ്പ് ആണോ? ഏതാണ് കാരിയോഗ്രാം? ഏതാ വരും ആൻസർ? നോക്കാം. ആൻസർ ബി ആണല്ലേ, ഫോട്ടോഗ്രാഫ് ഓഫ് സ്റ്റെയിൻഡ് ക്രോമസോം അറേഞ്ച്ഡ് ഇൻ പെയർസ്. കാരിയോഗ്രാം എന്ന് പറഞ്ഞാല്. സോ കാരിയോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓർഡേർഡ് ഡിസ്പ്ലേ ഓഫ് ക്രോമസോം ദാറ്റ് ഇസ് അറേഞ്ച്ഡ് ആസ് സൈസ്. ആ ഒരു സൈസ് ആൻഡ് ബാൻഡിങ് പാറ്റേൺ വെച്ച് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യും. ടിപ്പിക്കലി
ഫ്രം മെറ്റാഫേസ് അല്ലെ, മെറ്റാഫേസ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിരുന്നു മെറ്റാഫേസ് ആണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ സ്റ്റേറ്റ് അല്ലെ. മെറ്റാഫേസ് നമ്മൾ ഇന്നലെ കുറെ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, മെറ്റാഫേസ് സ്റ്റേജിലാണ്. സോ നമ്മൾ കാരിയോഗ്രാം എന്ന് പറഞ്ഞാല് ഈ മെറ്റാഫേസിന്റെ ബേസിസിൽ അവര് ചെറുതുന്ന അവരുടെ സൈസിനനുസരിച്ച് നമ്മൾ വെക്കുന്നത് അതിനെയാണ് ഓർഡേർഡ് ഡിസ്പ്ലേനെയാണ് നമ്മൾ കാരിയോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ കാരിയോടൈപ്പ് റെഫേഴ്സ് ടു ദ നമ്പർ ആൻഡ് അപ്പിയറൻസ് ഓഫ് ക്രോമസോംസ്. അതർ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് ബാൻഡിങ് പാറ്റേൺ ആണ്, ഓപ്ഷൻ സി ദാറ്റ് ഇസ് ക്രോമസോം കൗണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ അതൊന്നുമല്ല നമ്മൾ കാരിയോഗ്രാം എന്ന് പറഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള ഓർഡേർഡ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കാരിയോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ഹാവ്, അതും വളരെ സിമ്പിൾ ആണ്. ആന്റി എ ആന്റിബോഡീസ്, ആന്റി ബി ആന്റിബോഡീസ്, നോ ആന്റിബോഡീസ്, ബോത്ത് ആന്റി എ ആൻഡ് ആന്റി ബി ആന്റിബോഡീസ്. നമ്മൾ ഇന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഡിസ്കസ് ചെയ്തിരുന്നു, ടേബിൾ ആയിട്ട് കൊടുത്തിരുന്നു. കുറച്ച് ആൾക്കാർക്ക് ഡൗട്ട് വരുന്ന ഒരു പോർഷനും കൂടിയാണ്. കുറച്ച് ആൾക്കാർ എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഒരു ടേബിൾ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബ്ലഡ് ഗ്രൂപ്പിംഗ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോഴും ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻസർ നോക്കാം അല്ലേ. ആൻസർ സി ആണ്, ദാറ്റ് ഈസ് നോ ആന്റിബോഡീസ്. എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ നോ ആന്റിബോഡീസ് അല്ലേ. എന്താണ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഹാവ് ബോത്ത് എ ആൻഡ് ബി ആന്റിജൻസ് ആണ് അവർക്ക് ഉണ്ടാവുന്നത് അല്ലെ ഓൺ ദ റെഡ് ബ്ലഡ് സെൽസ്. പക്ഷെങ്കിൽ നോ ആന്റി എ ഓർ ആന്റി ബി ആന്റിബോഡീസ്, അവരുടെ പ്ലാസ്മയിൽ ഇതൊന്നും കാണില്ല, ബാക്കി മൊത്തം അവരുടെ സർഫസിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, റെഡ് ബ്ലഡ് സെൽസിന്റെ. ദാറ്റ്സ് വൈ എ ബി ഇൻഡിവിജ്വൽസ് ആർ യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. അതുകൊണ്ടാണ് അവര് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഡോണറും അതൊക്കെ ഓർത്തിരിക്കാം, ഡോണറും റെസിപ്പിയന്റ് ഒക്കെ ഓർത്തിരിക്കുക. ദെൻ ഓപ്ഷൻ എ ബി ഡി അല്ലെ, നമ്മുടെ ഓപ്ഷൻ സി ആണ് എ ബി ഡി. എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ്? ബിക്കോസ് അതൊന്നും ഇത് റിലേറ്റഡ് അല്ല അല്ലെ. എന്താ പറയുന്നത്, ആസ് ദേ റെഫർ ടു ബ്ലഡ് ഗ്രൂപ്പ് ഒ, എ ആൻഡ് ബി. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫെബ്രൈൽ നോൺ ഹിമോലറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മ പ്രോട്ടീൻ, ആന്റിബോഡീസ് അഗൈൻസ്റ്റ് ഡോണർ WBCs, HIV, ABO മിസ്മാച്ച്. ഏതാണ് ഫെബ്രൈൽ നോൺ ഹിമോലറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ കോസ്ഡ് ബൈ പ്ലാസ്മ പ്രോട്ടീൻസ്, ആന്റിബോഡീസ് അഗൈൻസ്റ്റ് ഡോണർ WBCs, HIV, ABO മിസ്മാച്ച്? ഏതാ വരുവാ? ഒന്ന് കമന്റ് ചെയ്തേ. ഫെബ്രൈൽ നോൺ ഹിമോലറ്റിക് ട്രാൻസ്ഫ്യൂഷൻ നമുക്ക് സി ബി ആന്നും വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡൗട്ട് പോലെ എല്ലാരും പറയുന്നുണ്ട്. അനീസ, രസ്മിയ, ജിനിരാജ്. ബി ആണ് മെച്ചോറിറ്റി പറയുന്നത്. യെസ്, ബി അല്ലെ, ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് ഡോണർ WBC. So this reaction is typically due to recipient antibodies reacting with donor leukocyte അല്ലെങ്കിൽ cytokines in transfused blood അല്ലെ. ട്രാൻസ്ഫ്യൂസ്ഡ് ബ്ലഡിലാണ് ഇത് സംഭവിക്കുന്നത് ഈ ഒരു റിയാക്ഷൻ. പിന്നെ പ്ലാസ്മ പ്രോട്ടീൻസ് may cause allergic reaction, HIV causes infection. ബാക്കിയുള്ള ഓപ്ഷൻസ് പറയാണ്, HIV causes infections, not febrile reaction. പിന്നെന്താണ്, ABO mismatch causes acute hemolytic reactions. അതൊന്നും നോൺ ഹീമോലൈറ്റിക് വൺസിലായിട്ട് റിലേറ്റഡ് അല്ല. ഓക്കെ, സോ സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഐഡിയൽ മിനിമം ഹീമോഗ്ലോബിൻ ലെവൽ ഫോർ എ മെയിൽ ബ്ലഡ് ഡോണർ 10 gram per DL, then 11.5 gram per DL, then 12.5 gram per DL, then 13.5 gram per DL. Ideal minimum hemoglobin level. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, മെയിൽ ബ്ലഡ് ഡോണർ ആണ്. നമ്മളെ സൂപ്പർ പോയിന്റ്സിലൊക്കെ ഈ ഒരു പോയിന്റ് ഉള്ളതാണ്. പിന്നെ റിവിഷനിലൊക്കെ നമ്മൾ ബോക്സ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. സി ഡി സി ആന്ന് തോന്നുന്നു കുറെ പേര് പറയണേ അല്ലെ. യെസ്, 12.5 grams per deciliter ആണ്. അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അക്കോർഡിംഗ് ടു WHO ബ്ലഡ് ബാങ്ക് സ്റ്റാൻഡേർഡ്സ് എന്താണ് പറയുന്നത്? The minimum HB level required for male donors is greater than 12.5 grams per deciliter ആണ്. അതിൽ കുറഞ്ഞാലേ അനീമിക് ഒക്കെ ആവും. ബ്ലഡ് ഡൊണേഷന് പോകുമ്പോ ഫസ്റ്റ് എന്നെ നോക്കുന്നത് ചെക്ക് ചെയ്യാതെ ആരും ബ്ലഡ് ഡൊണേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ഇത് നോക്കും.
Then lower value AB ഒക്കെ lower value that is not acceptable, and 13.5 എന്ന് പറയുന്നത് is normal but not the minimum cut off. Okay, minimum cut off ലാണ് നമ്മൾ പറയുന്നത്. Okay. Which blood component is stored at -80 degrees Celsius? PRBC, FFP, platelets, all blood. ഏതാ വരിക? Which blood component? -80 ഡിഗ്രിയിലാണ്. PRBC ആണോ, FFP ആണോ, പ്ലേറ്റ്ലെറ്റ്സ് ആണോ, അതോ ഹോൾ ബ്ലഡ് ആണോ? ഏതാ വരുക? -80 ഡിഗ്രി ആണ്. ശ്രദ്ധിക്കുക, ഒന്ന് കമന്റ് ചെയ്തേ. ബി എന്നാണ് പറയുന്നത്. യെസ്, ബി എന്ന് പറയുന്നുണ്ട്. ബി തന്നെയാണ് അല്ലേ? FFP അല്ലേ? സോ ഇത് ശരിക്കും പറഞ്ഞാല് ദേ ക്യാൻ ബി സ്റ്റോർഡ് അറ്റ് -30 degrees Celsius to -80. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. -80 മാത്രമല്ല, -30 to -80 ആ ഒരു റേഞ്ച് ആണ് നമ്മൾ പറയല് ഫോർ പ്രിസർവിംഗ് clotting factors. Okay, then PRBC and whole bloods are stored at 2 to 6 degrees Celsius. പഠിച്ചു വെക്കണം. Platelets are stored at 20 to 24 degrees Celsius with constant agitation. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടായിരുന്നു, സെയിം അല്ലെ? വിത്ത് കോൺസ്റ്റന്റ് അജിറ്റേഷനും കൂടി ഉണ്ടാവണം. ഈ ഒരു ഡിഗ്രി സെൽഷ്യസ് മാത്രം നോക്കി പോരാ, വിത്ത് കോൺസ്റ്റന്റ് അജിറ്റേഷൻ. ഓക്കെ, ബാക്കി ഓപ്ഷൻ കൊണ്ട് ഓർത്തിരിക്കും. ഈ ഒരു റേഞ്ചും ഒന്ന് പഠിച്ചു വെക്കണം. Which component is rich in clotting factor? RBC, platelet, plasma and then cryoprecipitate. ഇതും വളരെ സിമ്പിൾ ആണ്. ക്ലോട്ടിംഗ് ഫാക്ടർ ഏത് കമ്പോണന്റ് ആണ് റിച്ച് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടറിൽ? RBC ആണോ, പ്ലേറ്റ്ലെറ്റ് ആണോ, പ്ലാസ്മ ആണോ, അതോ ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആണോ? ഏതാ വരുക? സിമ്പിൾ ആണല്ലേ? ഇത് വളരെ സിമ്പിൾ ആയി പോയി അല്ലേ? അതെ, സിമ്പിൾ ആണെന്ന് കരുതി നമ്മള് തള്ളിക്കളയാനൊന്നും പറ്റില്ല അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻസും വരാം. പക്ഷേ നമ്മൾ ചില സമയത്ത് നമ്മൾ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയി പോകും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വന്നു പോകും. സോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് വന്നാൽ പിന്നെ നമുക്ക് ശ്രദ്ധ കിട്ടൂല. ഓക്കെ, പിന്നെ നിങ്ങളൊന്ന് മനസ്സെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലെ? കുറച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധ, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കണം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ, ഓപ്ഷൻസും. ക്രയോപ്രസിപിറ്റേറ്റ് ആണല്ലേ ആൻസർ? ഡി ആണ്. സോ എല്ലാവരും ഏകദേശം ആൻസർ ചെയ്തിട്ടുണ്ട്, ഡി ആണ്. സോ ക്രയോപ്രസിപിറ്റേറ്റ് ഇസ് റിച്ച് ഇൻ ഫൈബ്രിനോജൻ അല്ലെ? എങ്ങനെ? പ്ലാസ്മ കണ്ടെയ്നിങ് ഫാക്ടേഴ്സ് 8, 13 VWF and fibrinogen used in clotting disorders. Okay, that is rich in cryoprecipitate. Then plasma C എന്ന് പറയുന്നത് has clotting factor but in low concentration ആണ് അല്ലെ? clotting factor കുറച്ച് low ആണ്. Then RBC A പറയുന്നതും platelet B പറയുന്ന ഓപ്ഷനും they are not sources of clotting factor. നമ്മൾ ഫസ്റ്റ് മുന്നിലൊരു ക്വസ്റ്റ്യൻ നോക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതും ഇതൊക്കെ റിലേറ്റഡ് ആണ്. സോ അത് ശരിയാക്കാൻ പറ്റിയവര് ഇത് ഓട്ടോമാറ്റിക്കലി എന്തായാലും ശരിയാക്കിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? കോച്ച് പോസ്റ്റുലേറ്റ്സ് ആർ യൂസ്ഡ് ടു ഓപ്ഷൻ എ ഐസൊലേറ്റ് വൈറസസ്, ഓപ്ഷൻ ബി ഐഡന്റിഫൈ ജെനറ്റിക് ഡിസീസസ്, ഓപ്ഷൻ സി എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മൈക്രോബ് ആൻഡ് എ ഡിസീസ്, ഓപ്ഷൻ ഡി പ്രിവെന്റ് കണ്ടാമിനേഷൻ. ഏതാണ്? വളരെ സിമ്പിൾ ആണ്. നമ്മള് ഹിസ്റ്ററി മുതലേ റോബർട്ട് കോച്ചിനെ കോച്ച് പോസ്റ്റ്ലേറ്റ്സും അതുപോലെ തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഫാദർ ഓഫ് ബാക്ടീരിയോളജി എന്ന് പറയും. അതെ, നമ്മൾ നേരത്തെ സൂപ്പർ റാങ്ക് ഡിസൈഡിങ് ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫാദർ ഓഫ് ബാക്ടീരിയോളജി ആണ് അദ്ദേഹം. വിബ്രിയോ കോളറ, അതുപോലെ തന്നെ ട്യൂബർകുലോസിസ്, ആന്ത്രാക്സ് ഒക്കെ കണ്ടുപിടിച്ചതും ഇദ്ദേഹമാണ്. ഡൗട്ട് ഒന്നുമില്ല, സി ആണ് നമ്മുടെ ആൻസർ വരിക. സി ആണ് അല്ലെ ആൻസർ? സി, കോച്ച് പോസ്റ്റ്ലേറ്റ്സ്. റോബർട്ട് എന്ന് പറഞ്ഞാൽ കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ആണ് അല്ലേ? എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മൈക്രോബ് ആൻഡ് എ ഡിസീസ്. അപ്പൊ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ആവശ്യമില്ല അല്ലെ? കോച്ച് പോസ്റ്റ്ലേറ്റ്സ് ക്രൈറ്റീരിയ ടു പ്രൂവ് ദാറ്റ് ദ സ്പെസിഫിക് മൈക്രോബ് കോസ് എ സ്പെസിഫിക് ഡിസീസ്. നമുക്കറിയാം ഒരു സ്പെസിഫിക് മൈക്രോ ഓർഗാൻസ് ഉണ്ടായിരിക്കുമല്ലേ ഒരു സ്പെസിഫിക് ഡിസീസ് ഫോമിംഗ് എ കോർണർ സ്റ്റോൺ ഓഫ് ഇൻ ഇൻഫെക്ഷൻ ഡിസീസ് മൈക്രോബയോളജി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following PPE is mandatory while handling infectious samples? Option A gloves, option B apron, option C lab coat, option D all of the above.
PPE നമ്മളെ ലാബിൽ എപ്പോഴും നമ്മൾ കയറുമ്പോൾ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് അല്ലേ? പിന്നെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇത് അതെ എല്ലാ സാധാരണ ആൾക്കാരെയും ഒരു വേർഡ് അവെയർ ആണ്. ഗ്ലൗസ്, ഏപ്രൺ, ഇതൊക്കെ നമ്മള് ഭയങ്കര അവെയർ ആണ്. നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോ നോർമലി ഉള്ള പോലെ അല്ല അല്ലെ? നമ്മള് ലാബ് കോട്ടും അതുപോലെ ഗ്ലൗസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ വരുക? സിമ്പിൾ ആണ്. ഓൾ ഓഫ് ദിസ് അബൌണ്ട് അല്ലെ? നമ്മൾ ഗ്ലൗസും ആപ്രോണും ലാബ് കോട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ലാബിൽ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Hot air oven is used to sterilize. Option A, culture medium. Option B, heat labile fluids. Option C, glassware. And option D, rubber gloves. എന്താണ് ഹോട്ട് എയർ ഓവൻ? സ്റ്റെറിലൈസ് ചെയ്യാൻ. നമ്മൾ സ്റ്റെറിലൈസേഷൻ പഠിച്ചപ്പോ മോയിസ്റ്റ് ഹീറ്റ്, ഡ്രൈ ഹീറ്റ് ഒക്കെ പഠിച്ചു. അപ്പൊ ഹോട്ട് എയർ ഓവൻ വരുന്നത് ഡ്രൈ ഹീറ്റ് കാറ്റഗറിയിലാണ് അല്ലെ? ഇന്നലെ നമ്മൾ കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള മെത്തേഡ് ആയിരുന്നു ചോദിച്ചത് അല്ലെ? അത് നമ്മൾ ഓട്ടോക്ലേവ് ആയിരുന്നു നമ്മുടെ ആൻസർ. ഇവിടെ ഏതാണ് ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്തിട്ടുള്ള ഏതിനാ സ്റ്റെറിലൈസ് ചെയ്യാം? അപ്പോ സി ആണെന്നാണ് പറയണേ. അപ്പോ നമുക്ക് നോക്കാം. സി തന്നെയാണ് അല്ലെ? ഗ്ലാസ് വെയർസ്. നമ്മൾ കൾച്ചർ മീഡിയ ഒന്നും ഹോട്ട് എയർ ഓവനിൽ ഇല്ല അല്ലെ? നമ്മൾ യൂസ് ചെയ്യില്ല അല്ലെ? അത് ടെമ്പറേച്ചർ കൂടുതലാണ്, 160 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ? അപ്പൊ നമ്മളെ ഗ്ലാസ് വെയർസ്, നമ്മുടെ പിപ്പറ്റ്, സിലിണ്ടർ, നമ്മുടെ മെഷറിംഗ് സിലിണ്ടർ, പെട്രി പ്ലേറ്റ് ഒക്കെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which sample should be processed immediately without refrigeration? Option A, urine. Option B, sputum. Option C, CSF. Option D, stool. എന്താണ് should processed immediately without refrigeration? എന്താ വരുവാ? കമന്റ് ചെയ്തേ. ഏത് വരും? വിത്തൗട്ട് റെഫ്രിജറേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. സി ആണ് അല്ലെ? CSF ആണ് ഇമ്മീഡിയറ്റ്ലി പ്രോസസ് ചെയ്യുന്നത് വിത്തൗട്ട് റെഫ്രിജറേഷൻ. റെഫ്രിജറേഷൻ ഇല്ലാതെ അത് ഇമ്മീഡിയറ്റ്ലി അത് പ്രോസസ് ചെയ്യും. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നമുക്കറിയാം CSF ആണ്. അത് ക്രിട്ടിക്കൽ സ്പെസിമെൻ ആണ്. സോ ഡയഗ്നോസിങ് മെനിഞ്ചൈറ്റിസ് അല്ലെ? മസ്റ്റ് ബി പ്രോസസ്ഡ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ അത് എപ്പോഴാണോ ആ സാമ്പിൾ എടുക്കണേ അപ്പൊ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് അത് ടെസ്റ്റ് ചെയ്യുക. എസ്പെഷ്യലി ഫോർ ബാക്ടീരിയ കൾച്ചേഴ്സ് ആണ്. ഡിലേ ഓർ റെഫ്രിജറേഷൻ മേ ഡിറ്റക്ട് റിഡ്യൂസ് പാത്തോജൻ വയബിലിറ്റി. ബാക്കി യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂൾ അത് ടോളറേറ്റ് ഷോർട്ട് ടേം റെഫ്രിജറേഷൻ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ CSF നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ പ്രോസസ് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് നോക്കാം. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ഈസ് യൂസ്ഡ് ഫോർ ഒബ്സർവിംഗ് സ്റ്റെയിൻ ബാക്ടീരിയ, വൈറസ്, സ്പൈറോചിറ്റ്സ്, ഫംഗൈ. ഏതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് നമ്മൾ എന്തിനാ സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാറ്? എന്തിനാ ഒബ്സർവ് ചെയ്യാൻ യൂസ് ചെയ്യാറ്? എന്തിനാ? നമ്മൾ ഓരോ മൈക്രോസ്കോപ്പി പഠിച്ചപ്പോഴും അതിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? ഏതാ? ഒന്ന് കമന്റ് ചെയ്തേ. സ്പൈറോചിറ്റ്സ് ആണെന്ന് പറയണേ. അപ്പോ നമുക്ക് ആൻസർ നോക്കാം. സ്പൈറോചിറ്റ്സ് തന്നെയാണ് അല്ലെ? നമ്മൾ ട്രിപ്പോണിമ പാലിഡം, ലെപ്റ്റോസ്പൈറോസിസ് ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ അല്ലേ? ഓക്കെ, ബാക്കി ഓപ്ഷൻസ് ഈ SEM, TM ഒക്കെ നമ്മൾ 3D സ്ട്രക്ചറും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ റാങ്ക് മേക്കിംഗ്, സൂപ്പർ നോട്ട്സ് അല്ലെ റാങ്ക് ഡിസൈഡിങ് ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നു അല്ലെ? ഫേസ് കോൺട്രാസ്റ്റ് നമുക്ക് ലൈവ് ആൻഡ് അൺസ്റ്റെയിൻ സെൽസിനൊക്കെ ആയിരുന്നു അല്ലെ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which microscope provide 3D surface view of specimen? Option A, phase contrast. Option B, fluorescent. Option C, scanning electron microscope. Option D, transmission electron microscope. ഇതും നേരത്തെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തതാണ് അതെ. 3D സർഫസ് എന്താ പറയുക? 3D സർഫസ് സി എന്നാണ് അവർ പറയുന്നത്. നോക്കാം, ആൻസർ നോക്കാം. സി തന്നെയാണ് അല്ലെ? സ്കാനിങ് നമ്മൾ മൊത്തത്തിൽ അതിനെ സ്കാൻ ചെയ്ത് 3D സ്ട്രക്ചർ ആണ് അല്ലെ? ഓക്കെ, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ നമ്മൾ മൈക്രോസ്കോപ്പി പറഞ്ഞിരുന്നു. നമ്മൾ ഇന്റേണൽ സ്ട്രക്ചർ ഒക്കെയാണ്. ഫേസ് കോൺട്രാസ്റ്റ് നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ മോക്ക് ടെസ്റ്റ് 2 ഉണ്ടായിരുന്നു. ലിവിംഗ് അല്ലെങ്കിൽ അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള സെൽസ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി നമ്മൾ കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. സ്പൈറോചീറ്റ്സിനൊക്കെ നമ്മൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ബ്രൈറ്റ് കളറായിട്ട് നമുക്ക് ആ ഓർഗാൻസിനെ കാണും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is an enriched medium? Option A, nutrient agar. Option B, blood agar. Option C, Mekongé agar. Option D, mannitol salts agar. ഏതാണ് enriched medium?
അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ടേബിൾ ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എൻറിച്ചഡും എൻറിച്ച്മെന്റ് ഒന്നും തെറ്റിപ്പോവരുത്. എൻറിച്ച്മെന്റ് ലിക്വിഡ് മീഡിയ ആണ്, ഇവിടെ എൻറിച്ച്ഡ് മീഡിയ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നോർമൽ മീഡിയയുടെ കൂടെ നമ്മൾ കുറച്ച് എക്സ്ട്രാ കൊടുത്ത് നമ്മൾ ഫാസ്റ്റിഡീസ് ആയിട്ടുള്ള ഓർഗാൻസ് ഒക്കെ വളർത്തും അല്ലെ, ശ്രദ്ധിക്കാനുണ്ടല്ലേ. എൻറിച്ച്മെന്റ് ഒക്കെ കൺഫ്യൂഷൻ ആവരുത്. ഏതാണ് വരുക? ബി ആണ് അവര് പറയുന്നത്, ബ്ലഡ് അഗാർ. ബി അതെ ശരിയാണ്. ബ്ലഡ് അഗാറും ചോക്ലേറ്റ് അഗാറും ആയിരുന്നു നമ്മൾ എൻറിച്ച്ഡ് മീഡിയത്തിന് എക്സാമ്പിൾ പറഞ്ഞല്ലേ. ബാക്കി നമ്മളെ ന്യൂട്രിയന്റ് അഗാർ ഒക്കെ ഒരു ബേസൽ മീഡിയ ആണ്. മെക്കോങ്കി മാൻറ്റോൾ സോൾട്ട് ഒക്കെ നമുക്കറിയാം ഒരു സെലക്ടീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മീഡിയ ആണ്. മെക്കോങ്കി നമുക്കറിയാം ഗ്രാം പോസിറ്റീവിനല്ല വളർത്തിയ ഗ്രാം നെഗറ്റീവിനെയാണ്. അതുപോലെ തന്നെ ലാക്ടോസ് ആണോ നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആണോ എന്നൊക്കെ നോക്കും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Flagella are best demonstrated using option A negative stain, option B acid fast stain, option C silver impregnation and option D Albert stain. ഏതാണ് വരുക? ഫ്ലജല്ല ആർ ബെസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് യൂസിങ്. ഫ്ലജല്ല വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഫ്ലജല്ലിയും അതിന്റെ വിത്ത് എക്സാമ്പിളും നമ്മൾ ടേബിൾ ആയിട്ട് പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സി ആണ് അല്ലെ, സി ആണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. രജിത, നയന, ഓക്കെ വെരി ഗുഡ്, സി ആണ്. സി. ബാക്കി നെഗറ്റീവ് സ്റ്റെയിനിങ്ങും നമുക്കറിയാം, ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്ങും ഒക്കെ നമുക്കറിയാം. നെഗറ്റീവ് സ്റ്റെയിൻ നമ്മൾ കോൺഗോറക് അതുപോലെ തന്നെ ഇന്ത്യ നിഗ്രോസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആസിഡ് ഫാസ്റ്റ് നമുക്കറിയാം, നമ്മൾ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ മൈക്കോബാക്ടീരിയ ട്യൂബർക്കുലോസിസിനെ അല്ലെ. ബാക്കി നമ്മൾ ആൽബർട്ട് സ്റ്റെയിൻ കോർണി ബാക്ടീരിയം ഡിഫ്തീരിയനാണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following bacteria is acid fast? ഇപ്പൊ തന്നെ ഓപ്ഷൻ പറഞ്ഞുള്ളൂ. എ നൈസീരിയ, ഓപ്ഷൻ ബി മൈക്കോബാക്ടീരിയം, ഓപ്ഷൻ സി ക്ലബ്സില്ല, ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കസ്. ഇതും വളരെ സിമ്പിൾ ആണ്, നമ്മൾ ബാക്കി ഓപ്ഷനിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്തുള്ളൂ. ഏതാണ് ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ? ഏതോ ഉറക്കത്തിൽ വരെ ചോദിച്ചാൽ ഇവര് ആൻസർ പറയും അല്ലെ. ആ ബി ആണ് ആസിഡ് ഫാസ്റ്റ്. സിയൽ നിൽസൺ സ്റ്റെയിൻ ഒക്കെ നമുക്കറിയാം. അതുപോലെ വീക്ക് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണെന്ന് അറിയോ? ഒന്ന് കമന്റ് ചെയ്യോ. വീക്ക് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അറിയാവോ? ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് വീക്ക് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ. ഏതാണെന്നറിയോ വീക്ക് ആസിഡ് ഫാസ്റ്റ്? വീക്ക് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആർക്കും അറിയില്ലേ? വീക്ക് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ നൊക്കാർഡി ആണ് അല്ലെ. നയന നാരായണൻ, അതെ നൊക്കാർഡി ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് അല്ല നമ്മൾ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which media is used for antibiotic sensitivity testing? Option A nutrient agar, option B Mekonghi agar, option C Miller-Hinton agar and option D blood agar. ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് നമ്മൾ കിർബി ബോറസ് മെത്തേഡ് പറഞ്ഞിരുന്നു. ആന്റിബയോട്ടിക് ഡിസ്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 6 mm ആണ് അതിന്റെ സൈസ് വരെ, അതൊക്കെ പറഞ്ഞു. ഏതാണ് അഗാർ? ഏതാ നമ്മൾ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന അഗാർ? ഏതാ? ന്യൂട്രിയന്റ് അഗാർ അല്ല, എന്തായാലും അതൊരു ബേസ് ആയിട്ടുള്ള അഗാറാണ്. മെക്കോങ്കിയും അല്ല അല്ലെ, അതൊരു നമ്മൾ ഡിഫറൻഷ്യൽ മീഡിയ ആണ്. ബ്ലഡ് അഗാറും അല്ല, അത് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞ ഒരു എൻറിച്ച്ഡ് മീഡിയ ആണ്. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ഓപ്ഷൻ മുള്ളർ-ഹിന്റൺ ആണ് അല്ലെ. മുള്ളർ-ഹിന്റൺ അഗാറാണ്. നമ്മൾ കിർബി ബോറസ് ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും അല്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Sputum samples are collected in sterile blood bottle, option B clean dry container, option C sterile screw cap container and option D any glass tube. സ്പ്യൂട്ടം സാമ്പിൾ ആണ്. അപ്പൊ ഓരോ സാമ്പിളും കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. നമ്മൾ ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന പറയുന്ന പോലെ തന്നെ സാമ്പിൾ കളക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. ബോട്ടിൽസ് കണ്ടെയ്നേഴ്സ് ഒക്കെ എങ്ങനെ എടുക്കുന്നത്, സാമ്പിൾ എടുത്താൽ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ലാബിൽ ചെയ്യാം. ടൈമും ഏത് പേഷ്യന്റിന്റെ ആണെന്നും അല്ലെങ്കിൽ ഏതാണ് ടെസ്റ്റ് എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ലാബിൽ ചെയ്യണം. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഗൈഡ് ലൈൻ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓരോ സാമ്പിൾ കളക്ട് ചെയ്യാൻ വെവ്വേറെ കണ്ടെയ്നേഴ്സ് ആണ്. സാമ്പിൾ എടുക്കുന്നതിലായിരിക്കില്ല നമ്മൾ സ്പ്യൂട്ടം കളക്ട് ചെയ്യുക, സ്പ്യൂട്ടം ആയിരിക്കില്ല നമ്മൾ യൂറിൻ കളക്ട് ചെയ്യുക അല്ലെ. CSF ഒക്കെ വേറെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് ശ്രദ്ധിക്കണം. ഏതാണ് ബോട്ടിൽ, ഏതാണ് കണ്ടെയ്നർ എന്നൊന്ന് ഓർത്തിരിക്കണം. അതെ, സ്റ്റെറൈൽ സ്ക്രൂ ക്യാപ്പ് കണ്ടെയ്നർ ആണ് അല്ലെ. നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്യാപ്പ് നമ്മൾ ലീക്ക് പ്രൂഫ് ഒന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തണം. അതുപോലെ സ്റ്റെറൈൽ ആയിരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലെ, സ്റ്റെറൈൽ ആയിരിക്കണം. ഓക്കെ, ബാക്കി ടെസ്റ്റ് ട്യൂബ് ബാക്കിയുള്ള ഓപ്ഷൻസ് പോലെ ടെസ്റ്റ് ട്യൂബിലൊന്നും നമ്മൾ സ്പ്യൂട്ട് എടുക്കരുത്, അത് കണ്ടാമിനേഷൻ ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോ നമ്മൾ സ്ക്രൂ ക്യാപ്പ് കണ്ടെയ്നർ ആണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെറൈൽ ആയിരിക്കണം നമ്മൾ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. Next question നോക്കാം. Triple sugar iron TSI test is used for option A mycobacteria, option B fungi, option C enteric bacteria and option D spirochetes. ഏതാണ്? TSI
നമ്മുടെ ബയോകെമിക്കൽ ടെസ്റ്റില് വളരെ ഇമ്പോർട്ടന്റ് ആണ്. TSI ഏതാണ്? മൈക്കോബാക്ടീരിയക്കാണോ, ഫംഗയ്ക്കാണോ, അതോ എൻഡറിക് ബാക്ടീരിയക്കാണോ, സ്പൈറോചീറ്റ്സിനാണോ? സി ആണെന്നാണ് അവർ പറയുന്നത്. സി പറയുന്നുണ്ട്. ഓക്കെ, ഒരുവിധ ആൾക്കാരൊക്കെ സി ആണ് പറയുന്നത്. അവർ പറഞ്ഞത് ശരിയാണ്. അവർക്ക് Yes. ഉറപ്പാണെങ്കിൽ നമുക്കും ഉറപ്പാണ് 100%, അല്ലെ? TSI ഗ്ലൂക്കോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്. അതിന്റെ പെർസെന്റേജ് കൂടെ ഓർത്തിരിക്കാം. ഗ്ലൂക്കോസ് 0.1 ആണ്, ബാക്കി ലാക്ടോസും സൂക്രോസും 1% ആണ്. ബാക്കി മൈക്കോബാക്ടീരിയക്കോ സ്പൈറോചീറ്റ്സിനോ ഫംഗയ്ക്കോ ഒന്നും നമ്മൾ TSI യൂസ് ചെയ്യില്ല. ബാക്കി ഈ TSI H2S പ്രൊഡക്ഷനും ഗ്യാസ് പ്രൊഡക്ഷനും ഒക്കെ നമ്മൾ നോക്കാറുണ്ട്, അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് ഗിർഡിയ ലാംബ്ലിയ trophocyte is option A ciliated body, option B sucking disc, option C flagella only on one side, option D amoeboid shape. ജിയാർഡിയ ലാംബ്ലിയ ഏതാണ്? ട്രാവലേഴ്സ് ഡയറിയ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അതിന്റെ ട്രോഫോസൈറ്റ്, അതിന്റെ ഫീച്ചർ എന്തുവാ? സിലിയേറ്റഡ് ബോഡി ആണോ, അതോ സക്കിംഗ് ഡിസ്ക് ആണോ, അതോ ഫ്ലജല്ല ഓൺലി അറ്റ് വൺ സൈഡ് ആണോ, അതോ അമീബോയിഡ് ഷേപ്പ് ആണോ? ഏതാണ് ട്രോഫോസൈറ്റിന്റെ ടിപ്പിക്കൽ ഫീച്ചർ ജിയാർഡിയ ലാംബ്ലിയയുടെ? സി എന്നാണ് പറയുന്നുണ്ട്. നോക്കാം നമുക്ക് ആൻസർ. ഓക്കെ, ബി ആരും പറഞ്ഞിട്ടില്ല, അപ്പൊ ആണ് ആൻസർ. ഓക്കെ, സക്കിംഗ് ഡിസ്ക്. Okay, Giardia lamblia is a bilaterally symmetrical pear shape with ventral sucking disc is used for attachment to the intestinal mucosa. Okay, intestinal mucosa sucking text ഇതാണുള്ളത്, ക്യാരക്ടറിസ്റ്റിക് ആണുള്ളത്. It is also has a multiple flagella, not only one side, and it lacks cilia. ബാക്കി ഓപ്ഷൻസ് ആണ്. Okay, next question നോക്കാം. Echinococcus granulosus causes option A hydatid cyst, option B neurocysticercosis, option C kala azar, option D schistosomiasis. Echinococcus granulosus ഏതാണ്? നമുക്കറിയാം സെസ്റ്റോഡ് ആണ്, ടേപ്പ് വർം ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ വരുവാ? ഒന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ പറയുന്നുണ്ട്. യെസ്, നമ്മള് ഡോഗ് ആയിരുന്നു ഡെഫിനറ്റ്ലി ഹോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ലെ? സിസ്റ്റോഡ് ആണ്, ടേപ്പ് വർം ആണ്, ഹൈഡ്രേറ്റഡ് സിസ്റ്റ്, അല്ലെ? ബാക്കി ഈ ന്യൂറോസിസ്റ്റോസെർക്കോസിസ് കോസ്ഡ് ബൈ ടിനിയ സോളിയം ആണ്, പോർക്ക് വർം ആണ്. ദെൻ കാലാസർ നമുക്കറിയാം ലീഷ്മാനിയ ഡോണോവേണി ആണ്. ദെൻ ഷിസ്റ്റോസോമിയാസിസ് അത് ഷിസ്റ്റോസോമ സ്പീഷീസ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രോട്ടോസോവൻ causes sleeping sickness? Giardia lamblia, option B Trypanosoma brucei, option C Leishmania donovani, option D Balanchidium coli. ഏതാണ് വരിക? സ്ലീപ്പിംഗ്, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഏതാ വരുക? ജിയാർഡിയ ലാംബ്ലിയ ആണോ, ട്രിപ്പണോസോമ ആണോ, ലീഷ്മാനിയ ആണോ, ബാലൻറ്റിഡിയം കോളി ആണോ? ഏതാ വരുക? സ്ലീപ്പിംഗ് സിക്നസ്. ഇതൊക്കെ ഇവർക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാം, അല്ലെ? സ്ലീപ്പിംഗ് സിക്നസ് നെയിം ഒക്കെ ഉള്ളതുകൊണ്ട് ബി ആണ്, ശരിയാണ്. ട്രിപ്പണോസോമ ബ്രൂസി ആണ്. അല്ലെ, ട്രിപ്പണോസോമയിൽ വേറൊരു സ്പീഷീസ് കൂടി ഉണ്ട്, ട്രിപ്പണോസോമ ക്രൂസി. അത് കാഗസ് ഡിസീസ് ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. ഓക്കെ, ട്രിപ്പണോസോമ ക്രൂസിയും ചിലപ്പോൾ തരാം, അപ്പൊ തെറ്റിക്കരുത്. ബ്രൂസി ആണ് ആൻസർ വരിക. ബാക്കി നമ്മുടെ ജിയാർഡിയ ലാംബ്ലിയ ജിയാർഡിയസസ് ആണ്. ബാക്കി കാലാസർ ലിഷ്മാനിയ ഡോണോവേണി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Concentration method used for stool sample is option A simple smear, option B sedimentation or flotation, option C direct saline mouth only, option D blood culture. Concentration method used for stool sample ഏതാ? സ്റ്റൂൾ സാമ്പിൾ കോൺസെൻട്രേഷൻ മെത്തേഡ് സിമ്പിൾ സ്മിയർ ആണോ, അതോ സെഡിമെന്റേഷൻ ആണോ, ഫ്ലോട്ടേഷൻ ആണോ, ഡയറക്റ്റ് സലൈൻ മൗണ്ട് ഓൺലി ആണോ, അതോ ബ്ലഡ് കൾച്ചർ ആണോ? ആൻസർ വരുന്നുണ്ട് ബി അല്ലെ? സെഡിമെന്റേഷൻ ഓർ ഫ്ലോട്ടേഷൻ ആണ് വരിക. Okay, sedimentation and flotation technique are used to concentrate ova and cyst of parasites in stool sample, increasing diagnostic yield. Simple smear and saline mounts have a lower sensitivity ആണ്. Blood cultures irrelevant ആണ്. Stool examination blood culture അത് relevant അല്ലല്ലോ, അല്ലെ? Okay. Ova of hookworm appears as option A barrel shaped, option B lemon shaped, option C oval with clear thin shell, option D round with thick shell. Ova of hookworm റൗണ്ട് വേം ആണ്, നെമറ്റോഡ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്നലെ നമ്മൾ ബാരൽ ഷേപ്പ് നോക്കിയിരുന്നു. അതെ അല്ലെ? ട്രിച്ചുറയുടെ ബാരൽ ഷേപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ജപ്പാനീസ് ലാറ്റേൺ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ചോദിക്കുന്നത് ഹുക്ക് വേം ആണ്. എൻസെലോസ്റ്റോമ
അല്ലെങ്കിൽ നെക്കേറ്റർ അമേരിക്കാനസ് ആണ് ഹുക്വം നമുക്കറിയാം. ഏതാണ് ഓവത്തിന്റെ ആ ഒരു എങ്ങനെയാണ് അപ്പിയർ ആവുന്നതും കൂടി ഒന്ന് പറയാം. സി ആണ് അല്ലെ, ഓവ വിത്ത് ക്ലിയർ തിൻ ഷെല്ലാണ് അല്ലെ. നമുക്ക് നോക്കാം. ഹുക്വം ആൻസലോസ്റ്റോമ അല്ലെങ്കിൽ നെക്കേറ്റർ, ഇത് രണ്ട് ഹുക്വംസ് നമുക്കറിയാം ആർ ഓവൽ ആൻഡ് വിത്ത് ക്ലിയർ തിൻ ഷെല്ലാണ്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് എംബ്രിയോസ് ആണ്. ബാക്കി ബാരൽ ഷേപ്പ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് വിപ്വം. ട്രിച്ചുറസ് ട്രിച്ചുറ, അതുപോലെ ജപ്പാനീസ് ലാൻഡഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിപ്വമാണ്. അതുപോലെ തന്നെ ലെമൺ ഷേപ്പ്, അത് ടിപ്പിക്കൽ എൻട്രോബിയസ് വെർമിക്കുലാരിസ് ആണ്, അതും പിൻവമാണ്. അപ്പൊ ഈ ഓരോ വേർമിന്റെ ഒന്ന് ഓർത്തിരിക്കുക അല്ലെ, ഈ പിൻവം ഹുക്വം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, ഒന്ന് ഓർത്തിരിക്കുക. ദെൻ റൗണ്ട് വിത്ത് തിക് ഷെൽ, അത് സീൻ ഇൻ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിലാണ്. പിന്നെ ലാർജസ്റ്റ് റൗണ്ട് ബോം എന്ന് പറയുന്നത് ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which test is used for echinococcus diagnosis? Option A, Moutox. Option B, Cassoni intradermal test. Option C, Kahn test. And option D, Weidel test. ഏതാണ് ഇക്നോകോക്കസ് ഡയഗ്നോസിസ്? ഇക്നോകോക്കസ് ഗ്രാനുലോസിസ് നമ്മൾ ഇപ്പൊ തന്നെ കണ്ടു, ഹൈഡേറ്റഡ് സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. ടെപ്വോം ആണ്, സെസ്റ്റോഡ് ആണ്. ഏത് ടെസ്റ്റ് ആണ്? ഏത് ടെസ്റ്റാ? ബി ആണ് അല്ലെ. ഓക്കെ, ഒരു ബി ആണ് പറയണേ, ശരിയാണോ നോക്കാം. ശരിയാണ്, ബി ആണ്. ഓക്കെ, കാസോണി ടെസ്റ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. It's a hypersensitivity based intradermal test used for historically for hydrated disease. നമ്മൾ എച്ച്നോകോക്കസ് ഗ്രാനുലോസിസ്. മൗണ്ടോക്സ് ആണ് ട്യൂബർക്കുലോസ് ആണ്. കാൻ ടെസ്റ്റ് സിഫിലിസിനാണ്. വൈഡൽ ടൈഫോയിഡ് ഫീവർ അല്ലെങ്കിൽ എൻഡറിക് ഫീവർ അതിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ വൈഡൽ ടെസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. എ കോമൺ ലബോറട്ടറി കണ്ടാമിനന്റ് ഫംഗസ് വിത്ത് ഗ്രീൻ കൊണീഡിയ ഈസ് ഓപ്ഷൻ എ റൈസോപ്പസ്, ഓപ്ഷൻ ബി പെനിസിലിയം, ഓപ്ഷൻ സി കാൻഡിഡ ആൻഡ് ഓപ്ഷൻ ഡി ഹിസ്റ്റോപ്ലാസ്മ. കോമൺ ലബോറട്ടറി കണ്ടാമിനന്റ് ഫംഗസ്, ഇത് ഗ്രീൻ കൊണീഡിയ. ഏതാണ്? കൊണീഡിയോ സ്പോർട്സ്, അസെക്ഷൽ സ്പോർട്സ് ആണ്. അപ്പൊ നോക്കുക, റൈസോഫസ് ആണോ? നമ്മൾ ഓരോ അസെക്ഷൽ സ്പോർട്സും അതിന്റെ വിത്ത് എക്സാമ്പിൾസും പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. ഏതാണ് ആൻസർ പറയുന്നുണ്ട്? അതെ, പെൻസിലിയം ആണ് അല്ലെ. അതാണ് ഒരു കോമൺ ലബോറട്ടറി കണ്ടാമിനന്റ് ആണ് പെൻസിലിയം. പെൻസിലിയം is also known for green or blue green conidia ആണ്. It's a common lab contaminant. Then rhizopus നോക്കുകയാണെങ്കിൽ black bread mold ആണ്. Then candida is a form of yeast like colonies. Then histoplasma does not produce a green conidia. Next question നോക്കാം. Which of the following is a yeast-like fungus? Option A, rhizopus. Option B, Candida albicans. Option C, Aspergillus flavus. Option D, Penicillium. ഏതാണ്? റൈസോഫസ് ആണോ, കാൻഡിഡ ആണോ, ആസ്പെർജില്ലസ് ആണോ? ബി, കാൻഡിഡ ആണ് അല്ലെ. കാൻഡിഡ വളരെ ഫെമിലിയർ ആണ്, ഇന്നലെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ജേം ട്യൂബ് ടെസ്റ്റും കോൺമീലഗാറും ക്ലമിഡോസ്പോർട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാൻഡിഡയെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഓപ്പർച്യൂണിറ്റി ഫംഗസ് ആണ്. ബാക്കി റൈസോപ്പസ്, ആസ്പെർജില്ലസ്, പെൻസിലിയം അതൊക്കെ മോൾഡ് ഫോം ആണ്. ഓക്കെ, next question. A fungal disease common immunocompromised patients are option A, histoplasmosis, option B, mucormycosis, option C, dermatophytosis, option D, sporotrichosis. കോമൺ ഇമ്മ്യൂണോകോംപ്രമൈസ്ഡ് പേഷ്യന്റിലുള്ള കോമൺ ഫംഗൽ ഡിസീസ്. ഏതാണ് കോമൺ ഫംഗൽ ഡിസീസ്? ബി. ആരൊന്ന് കമന്റ് ചെയ്തേ. യെസ്, ബി ആണ് പറയുന്നത്. എ അതിന്റെ ഇടയിൽ ഒരു എ ഉണ്ട്, ഡി ഉണ്ട്, ബി തന്നെയാണ് ആൻസർ. സി ഉണ്ട്. അതെ, ഓക്കെ. അപ്പൊ മ്യൂക്കർമൈക്കോസിസ് അഗ്രസീവ് ഓപ്പർച്യൂണിറ്റിക് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. എഫക്റ്റിംഗ് ഡയബറ്റിസ്, ബ്ലഡ് ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള കണ്ടീഷൻ. ഓൾറെഡി ട്രാൻസ്പ്ലാന്റ് ആകുമ്പോൾ നമ്മൾ ബോഡി ഒന്നൊരു വീക്ക് ആയിരിക്കില്ല, അപ്പൊ ബാക്കി ഡിസീസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇമ്മ്യൂണോ കോംപ്രമൈസ് പേഷ്യന്റ്. ബാക്കി ഹിസ്റ്റോപ്ലാസ്മോസിസ് അത് ഓൾസോ എഫക്ട് നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണ്, ലെസ് അഗ്രസീവ്ലി ആണ്. ഡെർമറ്റോഫൈറ്റോസിസ് സൂപ്പർഫിഷ്യൽ ഇൻഫെക്ഷൻ ആണ്, ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ സ്പോറോട്രൈച്ചോസിസ് സബ്ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്, നോട്ട് സ്ട്രോങ്ലി ലിങ്ക് ടു ഇമ്മ്യൂൺ. ഓക്കെ, നമ്മൾ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആയിട്ട് അത്ര റിലേറ്റ് ചെയ്തല്ല. Next question. Causative agent of Rose Gardner's disease. Option A, blastomyces dermatidis. Option B, Candida tropicalis. Option C, Sporothrix shikensky. Option D, Trichosporin beige. ഏതാണ് കോസറ്റീവ് ഏജന്റ് ഫോർ റോസ് ഗാർഡനേഴ്സ് ഡിസീസ്? ബ്ലാസ്റ്റോമൈസസ്,
കാൻഡിഡ ട്രോപ്പിക്കാലിസ്, സ്പോറോസിസ് സിസെൻകി, ദെൻ ട്രൈച്ചോസ്പോറോൺ ബെങ്കേലി. ഏതാണ്? നമ്മളെ ഫംഗസിന്റെ പേരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ, പക്ഷെ ഒന്ന് ഓർത്തിരിക്കാം. കോസറ്റീവ് ഏജന്റ് ഓഫ് റോസ് ഗാർഡനേഴ്സ് ഡിസീസ് ഏതാ വരുവാ? ഒന്ന് കമന്റ് ചെയ്തേ. സി ആണ് അല്ലെ? എല്ലാരും സി തന്നെയാണ് ആൻസർ ചെയ്തത്. വെരി ഗുഡ്. റോസ് ഗാർഡനേഴ്സ് ഡിസീസ്. Sporosis sisenki causes sporotrichosis. It's also known as a rose gardener's disease. It's a subcutaneous fungal infection ആണ്. Acute through എങ്ങനെയാണ്? Traumatic inoculation. ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബാക്കി ഡിഫറെന്റ് ഫംഗസ് ഇൻഫെക്ഷൻ ആണ്. അത് റോസ് ഗാർഡനേഴ്സ് ഡിസീസ് അല്ല. നെക്സ്റ്റ് നോക്കാം. Specimen of choice for cutaneous fungal infection is blood, skin scarpings, CSF, stool. Cutaneous fungal infection ആണ്, ശ്രദ്ധിക്കുക. ക്യൂട്ടേനിയസ് ഫംഗസ് ഇൻഫെക്ഷനിൽ ഏതായിരിക്കും നമ്മൾ സ്പെസിഫിൻ ആയിട്ട് എടുക്കുക? ക്യൂട്ടേനിയസ് ബ്ലഡ് ആണോ, സ്കിൻ സ്കാർപ്പിംഗ്സ് ആണോ, അതോ CSF ആണോ? ഏതാ എടുക്കുക? അതോ സ്റ്റൂൾ സാമ്പിൾ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ബി, സ്കിൻ സ്കാർപ്പിംഗ്സ് അല്ലെ? ആൻസർ നോക്കാം. ബി തന്നെയാണ്. നമ്മൾ സ്കിൻ സ്കാർപ്പിംഗ്സ് ആണ്. ക്യൂട്ടേനിയസ് ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ സ്കിൻ സ്കാർപ്പിംഗ്സ് ആണ് എടുക്കുക. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് നോക്കിയാലോ. സ്കിൻ കാർപ്പിംഗ്സ് അത് നമ്മുടെ നെയിൽ ക്ലിപ്പിംഗ്സ് അല്ലെങ്കിൽ ഹെയർ സാമ്പിൾസ്, അതാണ് നമ്മൾ ഈ ഡെർമറ്റോഫൈറ്റ്സ് ആ ഒരു ഇൻഫെക്ഷൻ ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ എടുക്കുക. ബാക്കി ബ്ലഡോ CSF സ്റ്റൂൾ ഒന്നും ഈ സൂപ്പർഫിഷ്യൽ ആ ഇൻഫെക്ഷൻ അത്ര അപ്രോപ്രിയേറ്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Okay, next question. Which of the following statement best explains why sub-odds dextrose agar SDA is selective for fungi? Option A, the medium contains high salt concentration which promotes fungal growth. Option B, the acidic pH of the medium inhibits most bacterial growth while allowing fungi to thrive. Option C, the elevated incubation temperature enhances the growth of thermophilic fungi only. And option D, the high protein content of the medium supports selective fungi isolation. ഏതാണ്? ബെസ്റ്റ് എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഫംഗിക്ക് സെലക്ട് നമ്മൾ SDA നമ്മൾ SDയുടെ PHും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ജസ്റ്റ് SDയുടെ PH ഒക്കെയാ ചോദിക്കാറ്. ഏതാണ് ബെസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? വായിച്ചു നോക്കണം നന്നായിട്ട്. ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബി തന്നെയാണ് ആൻസർ വരിക. ദ അസിഡിക് PH ഓഫ് ദ മീഡിയം അല്ലെ? 5.6 ആണ്. നമ്മള് PH ആണ് ഇപ്പോഴും ചോദിക്കാന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ ജസ്റ്റ് ഇപ്പോഴും PH തന്നെയാ ചോദിച്ചിട്ടുള്ളൂ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചതേ ഉള്ളൂ അല്ലെ? അപ്പൊ അത്ര ടഫ് ഒന്നല്ല. സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ അത് ഒരുപാടുണ്ടല്ലോ എന്നൊന്നും കരുതണ്ട. നമ്മൾ പ്രീവിയസ് ഇയറിൽ നമ്മൾ കണ്ടിരുന്നു ജസ്റ്റ് SDയുടെ PH ആയിരുന്നു ചോദിച്ചേ. ഇവിടെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, സപ്രസസ് ബാക്ടീരിയൽ ഗ്രോത്ത് ബട്ട് സെലോ ഫംഗൈ എസ്പെഷ്യലി മോൾഡ് ഈസ്റ്റ്. ഓക്കെ, ബാക്കി ഒന്നും അല്ല. ഹൈ സോൾട്ട് ആണ്. അതുപോലെ സ്പെസിഫിക് തെർമോഫിലിക് ഫംഗൈക്കാണ്. ബാക്കി ഓപ്ഷൻസ് ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറസസ് ഹാസ് എ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്? ഓപ്ഷൻ എ, ഹെർപ്പിസ് വൈറസ്. ഓപ്ഷൻ ബി, അഡിനോ വൈറസ്. ഓപ്ഷൻ സി, റിട്രോവൈറസ്. ആൻഡ് ഓപ്ഷൻ ഡി, പോക്സ് വൈറസ്. ഏതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്? അപ്പൊ നമ്മൾ RNA വൈറസും RNA പോസിറ്റീവ്, നെഗറ്റീവ്, DNA വൈറസസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ പോസിറ്റീവ് RNA വൈറസിനാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ബാക്കി പ്രോട്ടീൻ സിന്തസിസിലോട്ടൊക്കെ പോവാം. നെഗറ്റീവ് ആണെങ്കിൽ അത് പറ്റില്ല. ഇതൊക്കെ നമുക്കറിയാം അല്ലെ? ഏതാണ് ആൻസർ വരുക? സി ആണ് അല്ലെ? റെട്രോ വൈറസ് ആണ്. എന്താണ്? HIV. റെട്രോ വൈറസിൽ ആര് വരാം? HIV ആണ് അല്ലെ? ബാക്കി ഹെർപ്പസ് വൈറസ്, അഡിനോ വൈറസ് ഒക്കെ DNA വൈറസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is an RNA virus? Option A, herpes virus. Option B, hepatitis B virus. Option C, influenza virus. And option D, papilloma virus. ഏതാണ് വരുക? ഇതും വളരെ സിമ്പിൾ ആണ്. ഏതാ വരുക? RNA വൈറസ്. ഇതിൽ ഏതാണ് RNA വൈറസ്? സി,
അല്ലെ? സി പറയുന്നുണ്ട്. ഓർത്തോമിക്സോ അല്ലെ? ഓർത്തോമിക്സോവിരിഡി ആണ്, സെഗ്മെന്റഡ് ആണ്, 8 സെഗ്മെന്റ് ആണ് അല്ലെ? ബാക്കിയൊക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെർപ്പസ്, പാപ്പിലോമ ഒക്കെ DNA വൈറസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Nasopharyngeal swabs are preferred for option A herpes virus detection, option B influenza virus isolation, option C hepatitis virus, and option D rabies virus. നാസോഫാരഞ്ചൽ സ്വാബ്സ്. ഇതിനാണ് നാസോഫാരഞ്ചൽ സ്വാബ്സ് എടുക്കാം. റാബിസിനാണോ, അതോ ഹെപ്പറ്റൈറ്റിസിനാണോ, അതോ ഹെർപ്പസ് വൈറസ് ഡിറ്റക്ഷൻ ആണോ, ഇൻഫ്ലുവൻസ വൈറസ് ഐസൊലേഷൻ ആണോ? ഏതിനാ? ഒന്ന് കമന്റ് ചെയ്തേ. ബി എന്നാണ് അവർ പറയുന്നത് അല്ലെ? നോക്കാം. ബി തന്നെയാണ് ഇൻഫ്ലുവൻസ വൈറസ് ഐസൊലേഷൻ. ഓക്കെ, നാസോഫാരഞ്ചൽ സ്വാബ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻ ആണ് എടുക്കുക അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which microscopy is used in immunofluorescence? Option A phase contrast, option B electron, option C fluorescent, and option D bright field. ഏതാണ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് യൂസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പി? ഏതായിരിക്കും? ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ? ഫേസ് കോൺട്രാസ്റ്റ് നമ്മൾ ലൈവായിട്ട് അൺസ്റ്റൈൻഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി നമ്മൾ 3D സ്ട്രക്ചർ സ്കാനിങ്, അതുപോലെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഒക്കെ പറഞ്ഞു. ഏതാണ് വരുക? സി ആണ് അല്ലെ? നമ്മൾ ഫ്ലൂറോക്രോം ഒക്കെ സ്ട്രെയിൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു എമിറ്റ് ചെയ്യുന്ന ഫ്ലൂറസൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ ഓർഗാൻസ് ഒബ്സർവ് ചെയ്യുക അല്ലെ? ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി ഫ്ലൂറോക്രോം ലാബിൾഡ് ആന്റിബോഡി ടു ഡിറ്റക്ട് സ്പെസിഫിക് ആന്റിജൻ ഇൻ സെൽസ് ഓർ ടിഷ്യൂ. ബാക്കി ഫേസ് കോൺട്രാസ്റ്റും ബ്രൈറ്റ് ഫീൽഡ് ഒക്കെ നമുക്കറിയാം അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷെൽ വയർ technique is a modified form of option A ELISA, option B real time PCR, option C cell culture, option D viral neutralization test. ഷെൽ വയൽ ടെക്നിക് എന്തിന്റെ മോഡിഫൈഡ് ഫോം ആണ്? എലിസയുടെ ആണോ, റിയൽ ടൈം PCR ആണോ, അതോ സെൽ കൾച്ചറിന്റെ ആണോ, വൈറൽ ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് ഏതിന്റെയാണ്? സെൽ കൾച്ചറിന്റെ ആണ് അല്ലെ? സെൽ കൾച്ചറിന്റെ മോഡിഫൈഡ് ഫോം ആണ്. ഷെൽ വയൽ കൾച്ചർ is a rapid viral culture technique where viruses are inoculated into cell monolayer and centrifuged to enhance infection. It's a modified cell culture method ആണ് for faster detection വേണ്ടിയിട്ട്. Okay, it is not related to ELISA, PCR, neutralization test. അതായിട്ട് റിലേറ്റ് ചെയ്ത് അല്ല. Okay, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Rapid CAR test in viral diagnosis detects option A RNA, option B DNA, option C antigen or antibodies, and option D enzymes. റാപ്പിഡ് കാർഡ് ടെസ്റ്റ് വൈറൽ ഡയഗ്നോസിസിന് എന്തിനാ ഡിറ്റക്ട് ചെയ്യുക? RNA ആണോ, DNA ആണോ, അതോ ആന്റിജൻസ് ആന്റിബോഡിനെ ആണോ, അതോ എൻസൈംസിനെ ആണോ? റാപ്പിഡ് കാർഡ് ടെസ്റ്റ് ഏതാ? എന്തിനാ ഡിറ്റക്ട് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്തേ. സി, ആന്റിജൻ ഓർ ആന്റിബോഡീസ് എന്നാണ് പറയണേ. ശരിയാണ് അല്ലെ? ആന്റിജൻ ഓർ ആന്റിബോഡീസ് ആണ് റാപ്പിഡ് കാർഡ് ടെസ്റ്റ്. ഇപ്പൊ നമ്മള് HIV, HCV, അതുപോലെ COVID-19 നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഇമ്മ്യൂണോക്രോമറ്റോഗ്രാഫി ടു ഡിറ്റക്ട് വൈറൽ ആന്റിജൻ. സാഴ്സ് കോവി നമുക്കറിയാം അല്ലെ? സാഴ്സ് കോവി നമുക്ക് അതുപോലെ തന്നെ ഹോസ്റ്റ് ആന്റിബോഡീസ് IgG അല്ലെങ്കിൽ IgM. RNA DNA ഡിറ്റക്ഷൻ ഒരു നമ്മൾ മോളിക്കുലർ മെത്തേഡ് ആണ്, ലൈക്ക് PCR പോലെ. പക്ഷെ എൻസൈംസ് അത് നമ്മൾ റാപ്പിഡ് കാർഡ് ടെസ്റ്റ് വെച്ചിട്ടൊന്നും നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Class A glassware is used when accuracy is not important, rough measurement are needed, high precision is required, glassware is colored. Class A glasswares ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ബേസിക്സിലാണ് അല്ലേ? അത് ഏകദേശം ബേസ് ക്ലിയർ ആണെങ്കിൽ ഇവർക്ക് കിട്ടും. Class A glassware used when? യെസ്, എപ്പോഴാണ്? സി ആണ് അല്ലെ? ഹൈ പ്രിസിഷൻ ഇസ് റിക്വയർഡ്. സോ ഗ്ലാസ് എ ഗ്ലാസ്വെയർ ഫോർ എക്സാമ്പിൾ ലൈക്ക് പിപ്പറ്റ്, ബ്യൂറെറ്റ്സ് അല്ലെങ്കിൽ വോളിമെട്രിക് ഫ്ലാസ്ക് എല്ലാം എന്താണ് സർട്ടിഫൈഡ് ഫോർ അക്യൂറസി അല്ലെ? നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് അക്യൂറേറ്റ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടേണ്ടത്. യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. മോസ്റ്റ്ലി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് യൂസ് ചെയ്യുന്നതാണ്. സോ ഏതാണ് ആൻസർ? ക്ലാസ് എ ഗ്ലാസ്വെയർ അല്ലെ? ക്ലാസ് ബി എന്താണ്? ഫോർ റുട്ടീൻ വർക്ക് വെയർ എന്താണ് സം ടോളറൻസ് ഈസ് ആക്സെപ്റ്റബിൾ. ക്ലാസ് ബിയിലും കുറച്ച് റേഞ്ച് ഓഫ് ടോളറൻസ് ആക്സെപ്റ്റബിൾ ആണ്. സോ ഗ്ലാസ്
എ ഗ്ലാസ് വെയർ പറയുന്നത് ഏതാണ് വരിക? പിപ്പറ്റ്സ്, ബ്യൂററ്റ്സ് ആൻഡ് വോളിമെട്രിക് ഫ്ലാസ്ക് ആണെന്ന് ഓർത്തു വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വോളിമെട്രിക് ഗ്ലാസ് വെയർ ഷുഡ് ബി കാലിബ്രേറ്റഡ് അറ്റ് any room temperature 0 degree, 25 degree Celsius, then 100 degree Celsius. Volumetric glasswares should be calibrated. ഏത് ടെമ്പറേച്ചറിലാണ്? നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണോ, അതോ എനി റൂം ടെമ്പറേച്ചറിലാണോ, അതോ 0 degree Celsius, 25 degree Celsius, then 100 degree Celsius? ഏതാ വരുക? യെസ്, സി ആണല്ലേ. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക. സോ ഒരു സ്റ്റാൻഡേർഡ് കാലിബ്രേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെന്താണ്, വോളിയം ചേഞ്ച് ചെയ്യും വിത്ത് ടെമ്പറേച്ചർ, ചിലപ്പോൾ വോളിയം ചേഞ്ച് ചെയ്തേക്കാം. ദെൻ കാലിബ്രേഷൻ അറ്റ് അതർ ടെമ്പറേച്ചർ, അതായത് 0 അല്ലെങ്കിൽ 100 ഡിഗ്രി ഒക്കെ സ്റ്റാൻഡേർഡ് എന്താണ് വോളിമെട്രിക് ടെമ്പറേച്ചർ അല്ല, കാലിബ്രേഷൻ ടെമ്പറേച്ചർ അല്ല. പിന്നെ ടെമ്പറേച്ചറും എന്താണ് അതിൽ ഇന്റർഫിയർ ചെയ്തിട്ട് നമുക്ക് വോളിയംസും കാര്യങ്ങളൊക്കെ മാറ്റം വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. വിച്ച് ക്ലാസ് ഓഫ് ഫയർ ഇൻവോൾവ്സ് ഫ്ലേമബിൾ ലിക്വിഡ്സ് ലൈക്ക് എത്തനോൾ ഓർ അസറ്റോൾ? ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ദെൻ ക്ലാസ് ഡി. ഏത് ക്ലാസ്സിലാണ് ഇൻവോൾവ് ഫ്ലേമബിൾ ലിക്വിഡ്സ് ലൈക്ക് എത്തനോൾ ഓർ അസറ്റോൾ? ഏത് ക്ലാസ്സിലാണ് വരുക? എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ? ബി ആണല്ലേ. ക്ലാസ് ബി ഫയേഴ്സ് ഇൻവോൾവ്സ് ഫ്ലേമബിൾ ലിക്വിഡ്സ് ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോൾ അല്ലെങ്കിൽ എത്തനോൾ അല്ലെങ്കിൽ ഓയിൽസ് ഒക്കെ ക്ലാസ് ബിയിലാ വരിക. ക്ലാസ് എ എന്ന് പറയുന്നത് ഓർഡിനറി കമ്പസ്റ്റബിൾസ് ലൈക്ക് വുഡ്, പേപ്പർ ഒക്കെ വരുന്നത്. ദെൻ ക്ലാസ് സി എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഫയേഴ്സ്. ദെൻ ക്ലാസ് ഡി എന്ന് പറയുന്നത് കമ്പസ്റ്റബിൾ മെറ്റൽസ് ലൈക്ക് മാഗ്നീഷ്യം ഒക്കെയാണ് വരുന്നത്. സോ ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ, വേറെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇലക്ട്രിക്കൽ ഫയേഴ്സ് ഏത് ക്ലാസ്സിലാണ് വരിക എന്നൊക്കെ ചോദിച്ചാൽ അറിയാതെ പോവരുത്. ഓക്കെ. വിച്ച് കെമിക്കൽ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ആംബർ കളേർഡ് ബോട്ടിൽസ്? സോഡിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്, ലൈറ്റ് സെൻസിറ്റീവ് കെമിക്കൽസ്, ദെൻ ഓർഗാനിക് സോൾവെന്റ്സ്. ഏതാണ് ചോദിക്കുന്നതാണ് ഇത്? അതെ, ആംബർ കളേർഡ് ബോട്ടിൽസ്. ഏത് കെമിക്കൽസ് ആ സ്റ്റോർ ചെയ്യാ ആംബർ കളേർഡ് ബോട്ടിൽസിൽ? ഗ്ലൂക്കോസ് ആണോ, ഓർഗാനിക് സോൾവെന്റ്സ് ആണോ, സോഡിയം ക്ലോറൈഡ് ആണോ, അതോ ലൈറ്റ് സെൻസിറ്റീവ് കെമിക്കൽസ് ആണോ? ഏതാ വരുക? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. നമ്മൾ ലാബിൽ ഓരോ ബോട്ടിൽസും എന്തിനാണ്, ഏതിനാണ് കളർ അറിയണം, നോക്കണം. യെസ്, അപ്പൊ ആൻസർ സി, ലൈറ്റ് സെൻസിറ്റീവ് കെമിക്കൽസ് അല്ലെ. യു വി റേഡിയേഷന് എന്താണ് ഡയറക്റ്റ് യു വി റേഡിയേഷൻ കൊണ്ട് ഡീഗ്രേഡ് ആയി പോകും. സോ അതിന് വേണ്ടി നമ്മൾ ആംബർ ബോട്ടിൽസിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആംബർ ബോട്ടിൽസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ആൻഡ് ഗ്ലൂക്കോസ് ആർ സ്റ്റേബിൾ ഇൻ നോർമൽ കണ്ടെയ്നേഴ്സ്. അങ്ങനെ പ്രത്യേകിച്ച് ആംബർ ബോട്ടിൽസോ കാര്യങ്ങളൊന്നും വേണ്ട, സാധാരണ കണ്ടെയ്നേഴ്സ് അവർ ഒക്കെയാണ്. ദെൻ ഓർഗാനിക് സോൾവെന്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ടൈറ്റ് ഇനേർട്ട് കണ്ടെയ്നേഴ്സ്, നോട്ട് നെസസറിലി ആംബർ. ഓക്കെ, സോ അതൊന്ന് പഠിച്ചു വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Pyrogen free water is especially important in glass cleaning, immunological assays, histology, then cytology. ഏതാണ് പൈറോജൻ ഫ്രീ വാട്ടർ? ഏതിലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള? ഗ്ലാസ് ക്ലീനിങ്ങിനാണോ, അതോ ഇമ്മ്യൂണോളജിക്കൽ അസേയിലാണോ, അതോ ഹിസ്റ്റോളജി ആണോ, അതോ സൈറ്റോളജി ആണോ? ഏതാ പൈറോജൻ ഫ്രീ വാട്ടർ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഓപ്ഷൻ ബി ആണല്ലേ, ഇമ്മ്യൂണോളജിക്കൽ അസേ ആണ് പൈറോജൻ ഫ്രീ വാട്ടർ. സോ നമ്മളെ എലിസ അല്ലെ, ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റ് എലിസ പോലത്തത് റിക്വയർസ് പൈറോജൻ ഫ്രീ വാട്ടർ ടു അവോയ്ഡ് ഫാൾസ് റിസൾട്ട് അല്ലെ കണ്ടാമിനേഷൻ വിത്ത് എൻഡോടോക്സിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. സോ പൈറോജൻസ് ക്യാൻ ഇന്റർഫിയർ വിത്ത് സെൽ ബേസ്ഡ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെൻസിറ്റീവ് അസേലൊക്കെ അതിന് ഇന്റർഫിയർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ അത് എടുക്കുന്നില്ല, ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റിനൊക്കെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The SI unit of mass is gram, pound, kilogram, ounce. ഈ SI യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മള് മോക്ക് ടെസ്റ്റ് 3 ഡിസ്കസ് ചെയ്തപ്പോ SI യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഒന്നെങ്കിൽ SI യൂണിറ്റ് ആയത് അല്ലെങ്കിൽ ഇതിൽ SI യൂണിറ്റ് അല്ലാത്തത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ നിങ്ങള് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ, SI യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം, kg ആണ് അല്ലെ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. kg ആണ് is the base unit of mass. പിന്നെ ഗ്രാം എന്നൊക്കെ പറയുന്നത് എന്താണ് ഇൻ ലാബ് സെറ്റിംഗ്സ്, പക്ഷെ അത് ഒരു SI യൂണിറ്റ് ആണ് പറയില്ല. ദെൻ
പോണ്ട് അല്ലെങ്കിൽ ഔൺസ് എന്നൊക്കെ പറയുന്ന ഇമ്പീരിയൽ യൂണിറ്റ്സ് ആണ്. ഇഞ്ചസ് എന്നെല്ലാം പറയുന്നതൊക്കെ ഇമ്പീരിയൽ യൂണിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഗ്രാംസ് ഓഫ് NaOH? NaOH ആണ്, അതിന്റെ മോളിക്കുലർ വെയിറ്റ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ആർ റിക്വയർഡ് ടു മേക്ക് 250 ml. അതും ഒന്ന് ശ്രദ്ധിക്കണം അല്ലെ, 250 ml ആണ് 0.5 മോളാർ സൊല്യൂഷൻ. എത്ര ഗ്രാം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 ഗ്രാം, 10 ഗ്രാം, 2.5 ഗ്രാം, 7.5 ഗ്രാം. അപ്പൊ ആ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് മതി. സോ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. പിന്നെ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സസിലൊക്കെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തതാണ്. മെയിൻ ആയിട്ട് എത്ര ml ആണെന്നൊന്ന് ശ്രദ്ധിക്കുക. മോളിക്കുലർ വെയിറ്റ് ഓൾറെഡി അവിടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുക. ഓൾറെഡി കൊടുത്തിട്ടുണ്ട് മോളിക്കുലർ വെയിറ്റ്. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് വറീഡ് ആവേണ്ട ഒരു കാര്യമില്ല. അതെ. പിന്നെ മോളാർ എത്രയാന്ന് കൂടി ഒന്ന് നോക്കാം. യെസ്, നമുക്ക് നോക്കാം. ഇങ്ങനെ 5 ഗ്രാംസ് വരുന്നത് സിമ്പിൾ ആണ്. ഫോർമുല യൂസ് ചെയ്യുന്നത് മൊളാരിറ്റി ഈക്വൽ ടു ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഇൻടു 1000 ബൈ വോളിയം ഇൻ ml. ഓക്കെ, സോ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഗ്രാംസ് അല്ലെ, ഇങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഗ്രാംസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻടു മോളാർ മാസ് ഇൻടു വോളിയം, ദാറ്റ് ഇസ് ലിറ്ററിലാണ്. സോ 0.25 ഇൻടു 40 ഇൻടു 0.5, 5 ഗ്രാം കിട്ടും. എല്ലാം അവിടെ കൊടുത്തിട്ടുള്ളതാ അല്ലെ, നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. എല്ലാം അവിടെ കൊടുത്തിട്ടുള്ള ഡയറക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടാ മതി. അതിലേക്ക് ഒന്ന് മാറ്റേണ്ടി വരുന്നത് ചിലപ്പോ നമ്മുടെ ലിറ്റർ ആയിരിക്കും. ml ഒന്ന് ലിറ്ററിലേക്ക് മാറ്റും. അങ്ങനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലേക്ക് മാറ്റിയാൽ മതി. അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം 0.5 അവിടെ കൊടുത്തിട്ടുള്ളതാണ്. 40 ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഈ 0.25 ആ ഒരു ml മാത്രം ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ അത് സ്റ്റാൻഡേർഡിലേക്ക് ആക്കാൻ ആരും മറക്കരുത്. ഇപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Urine for 24-hour protein estimation should be preserved with sodium hydroxide, formalin, HCl, boric acid. ഏതാണ്? 24-hour protein estimation ആണ്. Should be preserved with. യൂറിന്റെ പ്രിസർവേഷനും നമ്മളെ സാമ്പിൾ കളക്ഷനും കളറും റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. ഏതാണ് പ്രിസർവ്ഡ് വിത്ത്? എന്താണ് പ്രിസർവ് ചെയ്യാം നോക്കാം അല്ലേ? യെസ്, ഏതാണ്? HCl അല്ലേ? സ്ട്രോങ്സ്റ്റ് ആസിഡ് HCl used to prevent protein degradation during 24 hour of urine collection. പിന്നെ NaOH പിന്നെ ബോറിക് ആസിഡ് എല്ലാം യൂസ്ഡ് ഇൻ അതർ അനലൈറ്റ്സ് ആണ്. അതൊന്നും ഇതായിട്ട് റിലേറ്റഡ് അല്ല. ദെൻ ഫോർമാലിൻ ഇന്റർഫിയർ വിത്ത് പ്രോട്ടീൻ എസ്റ്റിമേഷൻ. സോ HCl എന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് നോക്കാം. The centrifuge used for separating serum should be operated at 100 rpm, 500 to 1000 rpm, 2500 to 3000 rpm, then 10,000 rpm. നമുക്ക് സെറത്തിനെ സെപ്പറേറ്റ് ചെയ്യണം. അതിന് ഏതാണ് നമ്മൾ ഏത് RPM നമ്മൾ വെക്കുക? സെൻട്രിഫ്യൂഗേഷൻ ഒക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലെ? ബേസിക്സും കാര്യങ്ങളൊക്കെ അറിയാം. ഓരോന്നും സ്പെസിഫിക് RPM ഉണ്ട്. എല്ലാത്തിനും സെയിം ആയിരിക്കില്ല. ഓരോ സാമ്പിളിനും വെവ്വേറെ RPM ആണ്. C ആണെന്നാണ് അവർ പറയുന്നത്. നോക്കിയാലോ? യെസ്, C തന്നെയാണ്. 2500 to 3000 RPM അല്ലെ? 10 to 15 മിനിറ്റ്സ് ആണ് നമ്മൾ വെക്കുന്നത്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. സോ ലോവർ സ്പീഡ്സ് ആവുമ്പോ എന്താണ് 10,000 RPM ഒക്കെ ആവുമ്പോ അത് മൈക്രോ സെൻട്രിഫ്യൂഗേഷൻ ആണ്. അത് എന്താണ് സെറം സെപ്പറേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നതല്ല 10,000 ഒക്കെ ആവുമ്പോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹെപ്പാരിൻ ആക്ട് ആസ് എൻ ആന്റികോയാഗുലന്റ് ബൈ precipitating calcium, then inhibiting thrombin, then inactivating platelets, then breaking RBCs. ഹെപ്പാരിൻ ഒരു ആന്റി കൊയാഗുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. എങ്ങനെയാണ് എങ്ങനെയാണ് ഇതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യോ, അതോ പ്ലേറ്റ്ലെറ്റിനെ ഇനാക്ടിവേറ്റ് ചെയ്യോ, അതോ RBCനെ ബ്രേക്ക് ചെയ്യോ? എങ്ങനെയാ അതൊരു ആന്റി കൊയാഗുലന്റ് ആവുന്നേ? എങ്ങനെയാവുന്നേ? ബി എന്നാണ് അവർ പറയുന്നത്. നോക്കാം നമുക്ക്. ശരിയാണ്. ഇൻഹിബിറ്റിംഗ് ത്രോംബിൻ ആണല്ലേ, ബേസിക് ആണ് ഇൻഹിബിറ്റിംഗ് ത്രോംബിൻ. ഹെപ്പാരിൻ എൻഹാൻസസ് ദ ആക്ടിവിറ്റി ഓഫ്
Antithrombin 3 അല്ലെ, which inhibits thrombin and other clotting factors, thus preventing coagulation. അല്ലെ, നമ്മളെ നാച്ചുറൽ ആന്റികോയാഗുലൻ ഹെപ്പാരിൻ അങ്ങനെയാണ് ഈ കൊയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നത്. പിന്നെ എന്തായാലും ഇറ്റ് ഡസ് നോട്ട് പ്രസിപ്പിറ്റേറ്റ് കാൽസ്യം അല്ലെ. ബാക്കിയുള്ളത് എന്താ ചെയ്യുന്നത്? അൺലൈക്ക് EDTA, ഓക്സലേറ്റ് ഒക്കെ എന്താ ചെയ്യുന്നത്? അവര് കാൽസ്യത്തിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് നെഫ്ലോമെട്രി ഈസ് ബേസ്ഡ് ഓൺ absorption of light, emission of light, then scattering of light, then reflection of light. Absorption ആണോ അതോ emission ആണോ അതോ scattering ആണോ അതോ reflection ആണോ? ഏതാണ് നെഫിലോമെട്രി? പ്രിൻസിപ്പിൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രൊസീജിയേഴ്സ് മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ പല പല ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ പല പല ടെസ്റ്റും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സ്പെക്കിന്റെ ഒക്കെ നമ്മൾ പഠിച്ചല്ലേ, ബിയർ ലാംബേർട്സ് ലോയും കാര്യങ്ങളൊക്കെ, കളറിമീറ്ററും ഓരോന്നും നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ മൈക്രോസ്കോപ്പിക് ആയിട്ട് നമുക്ക് പ്രൊസീജിയർ ഒക്കെ അറിയാം, പക്ഷെ അത് പ്രിൻസിപ്പിൾ ആണ് ചിലപ്പോൾ ചോദിക്കുന്നതെങ്കിലും അല്ലെ. അപ്പൊ അതൊക്കെ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സി ആണല്ലേ. സി എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് സ്കാറ്ററിംഗ് അല്ലെ. ലൈറ്റ് സ്കാറ്ററിംഗ് ബൈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇൻ സാമ്പിൾ ലൈക്ക് ഇമ്മ്യൂൺ കോംപ്ലക്സസ് ഒക്കെയാണ്. അബ്സോർപ്ഷൻ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് എമിഷൻ ഇസ് യൂസ്ഡ് ഇൻ ഫ്ലൂറോമെട്രി. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. അബ്സോർപ്ഷൻ ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് എമിഷൻ ഇസ് യൂസ്ഡ് ഇൻ ഫ്ലൂറോമെട്രി. അതും കൂടി അതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റേഡിയോ ഐസോടോപ്സ് ആർ യൂസ്ഡ് ഇൻ മൈക്രോബിയൽ സ്റ്റെയിനിങ്, ഫുഡ് ഫ്ലേവറിംഗ്, മെഡിക്കൽ ഇമേജിംഗ്. ദാറ്റ്സ് എക്സാമ്പിൾ തൈറോയ്ഡ് സ്കാൻ ആണ് പറയുന്നത്. ദെൻ വാഷിംഗ് ലബോറട്ടറി ഗ്ലാസ് വെയർസ്. റേഡിയോ ഐസോടോപ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? മൈക്രോബിയൽ സ്റ്റെയിനിങ്ങിനാണോ അതോ ഫുഡ് ഫ്ലേവറിങ്ങിനാണോ അതോ മെഡിക്കൽ ഇമേജിങ്ങിനാണോ അതോ നമ്മുടെ വാഷിംഗ് ലബോറട്ടറി ഗ്ലാസ് വെയർസ് ഒക്കെ വാഷ് ചെയ്യാനാണോ? റേഡിയോ ഐസോടോപ്സ് ഏതാ വരുവാ? ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്യാം. മെഡിക്കൽ ഇമേജിംഗ് ആണ് പറയുന്നത്. യെസ്, നമുക്ക് നോക്കാം. ഡൗട്ട് ഇല്ല അല്ലെ? സി തന്നെയാണ് മെഡിക്കൽ ഇമേജിംഗ് ലൈക്ക് തൈറോയ്ഡ് സ്കാൻ. റേഡിയോ ഐസോടോപ്സ് ലൈക്ക് അയഡിൻ 131. ഓക്കെ, പഠിച്ചു വെക്കണം. 131 ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ഫോർ സ്കാൻ ആൻഡ് തെറാപ്പി, എസ്പെഷ്യലി ഇൻ തൈറോയ്ഡ് ഗ്ലാൻഡ് വാലുവേഷൻ. സോ ദേ ആർ നോട്ട് യൂസ്ഡ് ഫോർ സ്റ്റെയിനിങ് അല്ലെങ്കിൽ വാഷിംഗ് അല്ലെങ്കിൽ ഫ്ലേവറിംഗ് ഒന്നല്ല യൂസ് ചെയ്യുന്നത്. തൈറോയ്ഡ് സ്കാനിങ് ആണ്. സ്പെസിഫിക്കലി പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇവാലുവേഷൻ ആണ്. ക്ലിയർ അല്ലേ? അയഡിൻ 131. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A buffer system that operates in blood plasma is NaCl buffer, HCl buffer, then bicarbonate buffer, then ammonia buffer. Blood plasma ഏത് ബഫർ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത്? NaCl ബഫർ ആണോ, HCl ബഫർ ആണോ, ബൈകാർബണേറ്റ് ബഫർ ആണോ അതോ അമോണിയ ബഫർ ആണോ? ഏതാ? ബ്ലഡ് പ്ലാസ്മയിലാണ്. ശ്രദ്ധിക്കുക. ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്യാം. സി, എല്ലാരും സി ആണ്. സി പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. ബൈകാർബണേറ്റ് അല്ലെ, ബൈകാർബണേറ്റ് ബഫർ ആണ്. സോ നമ്മളെ ബോഡിയിൽ തന്നെ ഉള്ളത് ബൈകാർബണേറ്റ് ബഫർ ആണ്. അതുകൊണ്ടാണ് നമ്മളെ ബോഡിന്റെ pH എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ 7.4 അറൌണ്ട് 7.4 ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയൊക്കെ അതർ ഓപ്ഷൻസ് ഒക്കെ ഏതാണ്? സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ HCl, അമോണിയ, ഇതൊക്കെ ഫിസിയോളജിക്കൽ ബഫറിംഗ് സിസ്റ്റത്തിൽ ഇല്ലാത്തതാണ്. ഓക്കെ, സിമ്പിൾ ബേസിക് ആവശ്യമൊന്നുമില്ല അല്ലെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആനയോൺ ഗ്യാപ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ മെറ്റബോളിക് ആൽക്കലോസിസ്, ദെൻ റെസ്പിറേറ്ററി ആൽക്കലോസിസ്, ലാക്റ്റിക് അസിഡോസിസ്, ദെൻ വോമിറ്റിംഗ്. ഏതാണ്? ആനയോൺ ഗ്യാപ് ഇൻക്രീസ്ഡ് ഇൻ മെറ്റബോളിക് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, ദെൻ ലാക്റ്റിക് അസിഡോസിസ്, ദെൻ വോമിറ്റിംഗ്. ഏതാണ്? യെസ്, ആൻസർ വരുന്നുണ്ട്. ഇടയില് ബി വരുന്നുണ്ടല്ലോ. ഇടയില് ലാക്റ്റിക് ആസിഡോസിസ് അല്ലേ? ആനിയോൺ ഗ്യാപ് ഇസ് ഇൻക്രീസ്ഡ് ഇൻ ലാക്റ്റിക് ആസിഡോസിസ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് അൺമെഷേർഡ് ആനിയോൺസ് ലൈക്ക് ലാക്ടേറ്റ് അല്ലെങ്കിൽ കീറ്റോൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് ഒക്കെ കാരണമാണ്. ലാക്റ്റിക് ആസിഡോസിസ് ഇസ് എ ക്ലാസിക് കോസ് അല്ലെ. അതാണ് അതിന്റെ മെയിൻ കാരണം. ദെൻ മെറ്റബോളിക് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആൻഡ് വോമിറ്റിംഗ് ഒക്കെ ആ ആനിയോണിക് ഗ്യാപ്പ് ആയിട്ട് ബന്ധമില്ലാത്തതാണ്. Okay, next question നോക്കാം. End product of carbohydrate digestion.
are absorbed in the form of disaccharide, polysaccharide, monosaccharide, then oligosaccharide. ഏതാണ് ആൻസർ? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ അല്ലേ? പ്രൊഡക്റ്റ്. നമ്മള് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, കണ്ണും പൊട്ടി ഉത്തരം പറയാനേ ഇല്ലു. എന്ത് ഫോമിൽ അബ്സോർബ് ചെയ്യാ? ഡൈസാക്രൈഡ് ആയിട്ടാണോ, അതോ പോളിസാക്രൈഡ് ആയിട്ടാണോ, മോണോസാക്രൈഡ് ആയിട്ടാണോ, ഒളിഗോസാക്രൈഡ് ആയിട്ടാണോ, എങ്ങനെയാ? സി വരുന്നുണ്ട്. എന്തായിരിക്കും? അതെ, സി തന്നെയാണ്. ബേസിക് ആണല്ലേ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. അബ്സോർബ് ചെയ്യുന്നത് എന്ത് ഫോമിലാന്ന് ചോദിച്ചാല് മോണോസാക്രൈഡ്. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, മോണോസാക്രൈഡ് ഫോമിലാണ്. മെയിൻലി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് അല്ലെങ്കിൽ ഗാലക്ടോസ് ഒക്കെയാണ് വിച്ച് ആർ അബ്സോർബ്ഡ് ഇൻ ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. അതും കൂടി പഠിക്കണേ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. പിന്നെ ഉള്ളത് ഡൈസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ് ആൻഡ് ഒളിഗോസാക്രൈഡ്സ് മസ്റ്റ് ബി ഫർദർ ഡൈജസ്റ്റഡ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് കാർബോഹൈഡ്രേറ്റ് ടു മോണോസാക്രൈഡ്സ്. ഓക്കെ, എവിടെയാണെന്നും കൂടി പഠിച്ചു വെച്ചോളൂ. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. Next question, which of the following statement best explains the role of vitamin A? So vitamin A is essential for collagen synthesis, which support retinal structure. And option B, vitamin A maintains the health of rod cells by forming rhodopsin, necessary for vision in dim light. Option C, vitamin A regulates calcium absorption, crucial for optic nerve function. And option D, vitamin A enhances blood clotting in retinal vessels, preventing vision loss. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റ് വൈറ്റമിൻ എ ബെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബെസ്റ്റ്. അപ്പോൾ വൈറ്റമിൻസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻസും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറയുമ്പോൾ വൈറ്റമിൻ എ എന്നാ പറയാറ് അല്ലേ? നമ്മൾ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കണതിൽ വൈറ്റമിൻസ് ഉണ്ട്, അത് നമ്മൾ കാഴ്ചക്കൊക്കെ നല്ലതാണ് ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? യെസ്, ആൻസർ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ട് അല്ലേ? അപ്പോ ഓപ്ഷൻ ബി ആണ്, vitamin A maintains the health of rod cells by forming rhodopsin, necessary for vision in dim light. Okay, നമുക്ക് നോക്കാം. വൈറ്റമിൻ എ, റെറ്റിനോൾ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു വൈറ്റമിൻസിന്റെ ഓരോ ഓരോ പേരുകളും അല്ലെ? അപ്പൊ വൈറ്റമിൻ എ റെറ്റിനോൾ ആണ്. ഇപ്പൊ റെറ്റിനോൾ ഡെഫിഷ്യൻസി ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് അങ്ങനെ കൺഫ്യൂഷൻ ആവരുത്. വൈറ്റമിൻ എ ആണ്. ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ നൈറ്റ് വിഷൻ ബിക്കോസ് ഇറ്റ്സ് ഫോം എ റോഡോപ്സിൻ, വിഷ്വൽ പിഗ്മെന്റഡ് ആണ് ഇൻ റോഡ് സെൽസ്. ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി കൊളാജൻ സിന്തസിസ്, വൈറ്റമിൻ ഡി കാൽഷ്യം അബ്സോർപ്ഷൻ, ദെൻ വൈറ്റമിൻ കെ നമുക്ക് ക്ലോട്ടിംഗ് വളരെ നമുക്ക് അറിയാവുന്നതാണ് കെ എന്ന് പറയുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റെഡ്യൂസിംഗ് ഷുഗർ ഗിവ്സ് എ പോസിറ്റീവ് റിസൾട്ട് വിത്ത് ഓപ്ഷൻ എ ബെനഡിക്ട് റിയേജന്റ്, ഓപ്ഷൻ ബി ബയൂറേറ്റ് റിയേജന്റ്, ഓപ്ഷൻ സി സുഡാൻ 3 ആൻഡ് ഓപ്ഷൻ ഡി നിൻഹൈഡ്രേറ്റ്. സിമ്പിൾ ആണ് ഇത്, ഭയങ്കര സിമ്പിൾ ആണ്. റെഡ്യൂസിങ് ഷുഗർ ആണ്. സോ ഏതായിരിക്കും? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാ വരുവാ നോക്കാം അല്ലേ? എ ആണ് പറയുന്നത്. അതെ, ശരിയാണ്. ബെനഡിക്സ് റിയേജന്റ് ആണ് അല്ലെ? റെഡ്യൂസിങ് ഷുഗർ ലൈക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ലാക്ടോസ് അതൊക്കെ ബെനഡിക്സ് റിയേജന്റ് ആണ്. പ്രൊഡ്യൂസിങ് കളർ ചേഞ്ചസ്, ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക അല്ലെ? ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ദെൻ ബയോറേറ്റ് റിയേജന്റ്, അത് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻസ് ആണ്. ദെൻ സുഡാൻ 3 ഡിറ്റക്ട് ലിപ്പിഡ്സ് ആണ്. നിൻഹൈഡ്രേറ്റ് ടെസ്റ്റ് വിത്ത് അമിനോ ആസിഡ്സ്. ഓക്കെ, അപ്പൊ ബാക്കി ഓപ്ഷൻ ജസ്റ്റ് നോക്കാം. Next one, the heme synthesis enzyme affected in acute intermittent porphyria is option A ferrochelates, option B ALA synthase, option C uroporphyrinogen 3 synthase and option D PBG deaminase. ഏതാണ്? heme synthesis enzyme affected in acute intermittent porphyria. ഏതാണ്? ഏതാ വരെ ഒന്ന് കമന്റ് ചെയ്തേ. ഡി പറയുന്നുണ്ട്, ഒരു ഡൗട്ട് ഉണ്ട്. അതെ, നേരത്തെ അറിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഡി തന്നെയാണ്, PBG deaminase. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അക്യൂട്ട് ഇന്റർമിറ്റന്റ് porphyria AIP അല്ലെ?
as a result from deficiency of porphobilinogen ആണ്, അതായത് PBG deaminase ആണ്, leading to accumulation of ALA PBG ആവും. ബാക്കി എൻസൈംസ് നോക്കാൻ ഡിഫറെന്റ് porphyrases ആണ്. ഈ ഫെറോസിലേറ്റ് അത് എറിത്രോപ്റ്റോയിക് പ്രോട്ടോഫോറിയ ആണ്. ALA സിന്തേസ് റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ആണ്. ബാക്കി നമ്മളെ യൂറോഫോർ വൈറിനോജൻ തേർഡ് സിന്തേസ് അത് കോഗ്നിറ്റൽ എറിത്രോപോയിറ്റ് പോർഫൈറിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ALP is increased in option A, myocardial infarction, option B, liver and bone disease, option C, hypothyroidism, and option D, renal failure. ഇന്ന് പറഞ്ഞതേ ഉള്ളൂ ALP ഇൻക്രീസ്ഡ് ഇൻ ഇതിലാണ് റീനൽ ഫെയിലിയർ ആണോ, അതോ ഹൈപ്പോതൈറോയിഡ്സ് ആണോ, അതോ ലിവർ ആൻഡ് ബോൺ ഡിസീസ് ആണോ, അതോ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണോ, ഏതാ? ബി ആണെന്നാണ് പറയുന്നേ. യെസ്, നമ്മൾ ഇന്ന് പറഞ്ഞതാണല്ലേ സൂപ്പർ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതെടുത്ത് പറഞ്ഞതാണ്. ലിവർ ആൻഡ് ബോൺ ഡിസീസ് ആണ് അല്ലെ. ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ALP is elevated in condition involving bile duct obstruction, അതുപോലെ ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ ഇൻക്രീസ്ഡ് ബോൺ ടേൺ ഓവർ ഒക്കെയാണ്, ലൈക്ക് റിക്കറ്റ്സ്, അതുപോലെ മെറ്റാസ്റ്റാസിസ് ഒക്കെ. ഇറ്റ്സ് നോട്ട് സിഗ്നിഫിക്കന്റ്ലി ഇൻക്രീസ്ഡ് ഇൻ നമ്മളെ മയോകാർഡിയൽ, അതുപോലെ ഹൈപ്പോതൈറോയിഡ്സം, റീനൽ ഫെയിലിയറിലൊന്നും അത് ഇൻക്രീസ് ആവുന്നില്ല. ഓക്കെ, next question. Isoenzyme LDH1 is highest in option A, liver, option B, muscle, option C, brain, and option D, heart. ഏതാ? ഐസോഎൻസൈം LDH1. LDH1 ആണ്, ഓർക്കണം. LDH1 നമ്മൾ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒക്കെ പറഞ്ഞിരുന്നു. ഏതാണ് ഫ്ലിപ്ഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഇന്ന് മോർണിംഗ് പറഞ്ഞിരുന്നു. ലിവർ ആണോ, മസിൽ ആണോ, ബ്രെയിൻ ആണോ, അതോ ഹേർട്ട് ആണോ, ഏതാണ് വരുക? അല്ലേ? ഹാർട്ട് ആണല്ലേ? LDH1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാർട്ട് ആണ്. LDH1 is predominantly found in the heart and red blood cells. It is elevated in myocardial infarction. അത് ശ്രദ്ധിക്കണം അല്ലേ? മയോകാർഡിയൽ ഇൻഫ്രാക്ഷനിൽ എലിവേറ്റഡ് ആവും. ബാക്കി ലിവർ LDH5 ആണ്. മസിൽ പഠിക്കുക. അതെ, ബാക്കി ഒന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക. മസിൽ കണ്ടെയ്ൻ LDH5 അതുപോലെ LDH4 ആണ്. Then brain contains LDH1 അതുപോലെ LDH2 ആണ്, but not predominantly ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The start codon for translation in most organism is option A, UAA, option B, AUG, option C, UAG, and option D, UGA. ഇതും വളരെ സിമ്പിൾ ആണ്. സ്റ്റോപ്പ് കോഡോണും സ്റ്റാർട്ട് കോഡോണും ഒക്കെ അത് സ്റ്റാർട്ടിങ്ങിലേ പഠിക്കുന്നതാണ്. ഏതാ വരുക? സ്റ്റാർട്ട് കോഡോൺ. നമ്മൾ വേറെ എന്തും പഠിച്ചിട്ടില്ലെങ്കിലും സ്റ്റാർട്ടും സ്റ്റോപ്പും പഠിച്ചു വെക്കണം. ഓക്കെ, സ്റ്റോപ്പിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടതെന്ന് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. അതെ, AUG അല്ലേ? ഒരാൾ കമന്റ് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക്. ബി ആണ് പറയുന്നുണ്ട്. AUG ആണല്ലേ? യൂണിവേഴ്സൽ സ്റ്റാർട്ട് കോഡോൺ ആണ്. ബാക്കിയൊക്കെ എന്താ? ഈ UAA, UAG, UGA അതൊക്കെ സ്റ്റോപ്പ് കോഡോൺ ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക അല്ലെ. ക്വസ്റ്റ്യൻ ഏതാണ് സ്റ്റോപ്പ് കോഡോൺ? എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? യു അവേ അവേ, യു അവേ ഗോ, യു ഗോ അവേ, അങ്ങനെ പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ അല്ലേ? സ്റ്റോപ്പ് കോഡോൺ ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. UAA, UAG, UGA. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് കോഡോൺ AUG ആണ്, ബാക്കിയൊക്കെ സ്റ്റോപ്പ് കോഡോൺ ആണ്. Next question. The process of introducing foreign DNA into a plasmid is called option A, PCR, option B, cloning, option C, hybridization, and option D, replication. ഏതാണ്? പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഫോറിൻ DNA into plasmid. ഫോറിൻ DNA പ്ലാസ്മിഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. ഏതാ? PCR ആണോ, ക്ലോണിംഗ് ആണോ, ഹൈബ്രിഡൈസേഷൻ ആണോ, അതോ റെപ്ലിക്കേഷൻ ആണോ? ഏതാ വരുക? നോക്കാം അല്ലേ? അതെ, ബി അല്ലെ. ക്ലോണിംഗ് ആണ്. DNA ഒരു ഫോറിൻ DNA ഒരു പ്ലാസ്മിഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെ. അതെ. Cloning involves inserting foreign DNA into plasmid vector and then introducing into host like bacteria, okay, for replication and expression. ബാക്കി എന്താ? PCR എന്താ? അത് DNA ആംപ്ലിഫൈ ചെയ്യാനാണ്. Denaturation, extension, annealing ഒക്കെ നമ്മൾ പറഞ്ഞു. ബാക്കി hybridization refers to binding complementary DNA or RNA strands ആണ്. Replication അതെന്താ? അത് DNA replicate ആണ്, duplication അല്ലെ, അതാണ് replication അല്ലെ.
അത് നമ്മളൊരു DNA ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ് ഒന്നല്ല. ഓക്കെ, Next one, genomic library is a collection of option A, all mRNA, option B, all plasmids, option C, entire genome in vectors, and option D, recombinant proteins. genomic library is a collection of all mRNA, all plasmid, entire genome in vector, recombinant proteins. എന്താണ് genomic library? എന്തിന്റെ കളക്ഷനാ genomic library? ഒന്ന് കമന്റ് ചെയ്തേ. എന്തിന്റെ കളക്ഷൻ ആണ് ജീനോമിക് ലൈബ്രറി? നോക്കാം നമുക്ക്. ബി, സി, സി ആണ്. എൻറ്റയർ ജീനോം ഇൻ വെക്ടേഴ്സ്. അല്ലെ, എൻറ്റയർ ജീനോം ഇൻ വെക്ടേഴ്സ് ആണ് ജീനോമിക് ലൈബ്രറി. അതിൽ തന്നെ ഉണ്ടല്ലേ ലൈബ്രറി, എൻറ്റയർ ജീനോമിക് വെക്ടേഴ്സ്. ജീനോമിക് ലൈബ്രറി കണ്ടെയ്ൻ DNA ഫ്രാഗ്മെന്റ് റെപ്രസെന്റിംഗ് എൻറ്റയർ ജീനോം ഓഫ് എ ഓർഗാനിസം. എന്താണ് എൻറ്റയർ ജീനോം ഓഫ് എ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് ക്ലോൺ ഇൻ ടു വെക്ടർ ലൈക് പ്ലാസ്മിഡ്, ഫേജസ്. ഓക്കെ, ബാക്കി ഓപ്ഷൻ ഓൾ mRNA refers to cDNA library and not genomic ആണ്. Then all plasmid is not related to full genomic content. Then recombinant protein അത് refers to expression ആണ്, not DNA library. Next question നോക്കാം. VMA estimation is used in diagnosis of option A, diabetes, option B, carcinoid syndrome, option C, pheochromocytoma, option D, hypothyroidism. VMA estimation എന്താണ്? കാർസിനോയിഡ് സിൻഡ്രോം ആണോ, ഡയബറ്റിസ് ആണോ, അതോ ഫിയോക്രോമോസൈറ്റോമ ആണോ, അതോ ഹൈപ്പോതൈറോയിഡ്സ് ആണോ? ഏതാ വരുവാ? സി ആണെന്നാണ് അവർ പറയുന്നത്. നോക്കാം നമുക്ക്. സി ആണോ? സി തന്നെയാണ്, ഫിയോക്രോമോസൈറ്റോമ അല്ലെ. വാലിനിൻ മാൻഡലിക് ആസിഡ് VMA is a metabolite of catecholamines ആണ്. അത് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ ആണ്. എലിവേറ്റഡ് ഇൻ pheochromocytoma, catecholamine secreting tumor. ബാക്കി ഓപ്ഷൻ ഡയബറ്റീസ്. This is diagnosed by glucose HbA1 ആണ്, not VMA. Then carcinoid syndrome is diagnosed by 5-HIAA in urine ആണ്. Then D, hypothyroidism is diagnosed by TSH and then T4 levels ആണ്. Okay, ബാക്കി ഓപ്ഷൻസ് ഒന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Normal CSF contains option A, RBC, option B, no cells, option C, glucose and proteins, option D, only WBCs. നോർമൽ CSF എന്താ ഉള്ളത്? CSFല് RBC ആണോ, നോ സെൽസ് ആണോ, ഗ്ലൂക്കോസ് ആൻഡ് പ്രോട്ടീൻസ് ആണോ, അതോ ഓൺലി WBC ആണോ? എന്താ ഉള്ളത് CSFല്? CSF റിലേറ്റീവ് നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മള് സ്റ്റോർ ചെയ്ത് ഉടനെ റെഫ്രിജറേറ്റ് ചെയ്യാതെ വേഗം തന്നെ നമ്മൾ അത് ടെസ്റ്റ് ചെയ്യണം അല്ലെ. നോക്കാം അല്ലേ? യെസ്, എന്താണ് വരുവാ? ആൻസർ വരുന്നുണ്ട് സി ആണ്. ഗ്ലൂക്കോസ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. ഒരുവിധം എല്ലാവരും സി തന്നെയാണ് അല്ലെ. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെരി ഫ്യൂ WBC ആണ് അല്ലെ. അതും ഒന്ന് ഓർത്തിരിക്കാം. ഇപ്പൊ CSFൽ വളരെ ഫ്യൂ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ WBC ആണ്. ബാക്കി ഓപ്ഷൻ RBCs നോർമലി ആബ്സെന്റ് ആണ്. The presence of indicate hemorrhage and then no cells. Normal CSF has some WBC, so it's incorrect ആണ്. Then only WBC as incorrect ആണ്. Okay, നെക്സ്റ്റ് നോക്കാം. Tubeless gastric function test is option A, Congo red, option B, phenol red resin, option C, methylene blue, option D, phenolphthalein. Tubeless gastric function test. ട്യൂബുലസ് ഗ്യാസ്ട്രിക് ഫംഗ്ഷൻ ആണ്. കോൺഗോ റെഡ് ആണോ? എന്തിനാ യൂസ് ചെയ്തിട്ടാണ്? ഫിനോൾ റെഡ് റെസിൻ ആണോ, അതോ മിഥിലിൻ ബ്ലൂ ആണോ, അതോ ഫിനോൾഫ്തലിൻ ആണോ? എന്താണ് ഓപ്ഷൻ ഡി, ബി എന്ന അഭിപ്രായമുണ്ട്. ബി ആണ് ആൻസർ അല്ലേ? ഫിനോൾ റെഡ് റെസിൻ ആണ്. ഓക്കെ, the tubulous gastric function test use a phenol red resin, which is a solid in gelatin tube. In the presence of free acid in stomach, release the dye, then which is then absorbed and excreted in urine. Okay, it indicate acid production ആണ്. ബാക്കി കോൺഗോ റെഡ് used in gastric acid test ആണ് with nasogastric incubation. അതുപോലെ മെത്തിലിൻ ബ്ലൂ used in some diagnostic test ആണ്. ഇതിനല്ല, നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നില്ല. Then phenolphthalein laxative ആണ്. It's not used for gastric functional testing. ബാക്കിയൊന്നും നമ്മൾ gastric functional test യൂസ് ചെയ്യുന്നില്ല. Okay, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Steroid stones are also known as Brochid stones, then B, infectious stones, C, mixed stones, and D, diabetic stones. ഈ steroid സ്റ്റോണും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഏതാ വരുവാ? steroid stone.
ഏതാ വരുവാ? നോക്കാം അല്ലേ ആൻസർ? ബി ആണ്, ഇൻഫെക്ഷൻ സ്റ്റോൺ ആണ് വരിക. ഓക്കെ, ഇൻഫെക്ഷൻ. അതെ അതെ, കമന്റ് ചെയ്യുന്നുണ്ട് അശ്വതി. ഓക്കെ, വിദ്യ. ഓക്കെ, ബി ആണ്. സ്റ്റുവൈറ്റ് സ്റ്റോൺ ഇസ് കമ്പോസ്ഡ് ഓഫ് മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ്. അതൊന്ന് ഓർത്തിരിക്കുക, മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ്. ഓക്കെ, സ്റ്റുവൈറ്റ് സ്റ്റോൺ മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ആണ്. And is commonly formed in urinary tract infection UTI is caused by urease producing bacteria like Proteus. Then ബാക്കി ഓപ്ഷൻ സെബ്രൂസൈറ്റ് സ്റ്റോൺ is composed of calcium phosphate ആണ്. ഓക്കെ, അതുപോലെ തന്നെ നോൺ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആണ്. Then mixed stones containing various mineral ആണ്, but not specially struvite ആണ്. Then diabetic stone it's not a medical classification. അപ്പോൾ struvite stone ആണ്, ഇൻഫെക്ഷൻ ആണ്. അതുപോലെ മെഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In serum protein electrophoresis, which fraction moves fastest towards the anode? ഓക്കെ, ഇലക്ട്രോഫോറസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആ മൂവ് ചെയ്യുന്ന കാര്യമൊക്കെ. അപ്പോൾ ആൽബുമിൻ, α1 ഗ്ലോബുലിൻ, α2 ഗ്ലോബുലിൻ, ദെൻ ഗാമ ഗ്ലോബുലിൻ. ഏതാണ് സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ്? ഏത് ഫ്രാക്ഷൻ ആണ് ഫാസ്റ്റസ്റ്റ് ടുവാർഡ്സ് ആനോഡ്? ആൽബുമിൻ ആണോ, അതോ α1 ഗ്ലോബുലിൻ ആണോ, അതോ α2 ഗ്ലോബുലിൻ ആണോ, അതോ ഗാമ ഗ്ലോബുലിൻ ആണോ? ഏതാണ് വരുക? ഫാസ്റ്റസ്റ്റ് ടുവാർഡ്സ് ആനോഡ് സെറം പ്രോട്ടീൻ എ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എ തന്നെയാണ് അല്ലെ? ശരിയാണ്, വെരി ഗുഡ്. എ തന്നെയാണ് ആൻസർ വരുക. ആൽബുമിൻ ഇസ് എ സ്മോളസ്റ്റ് ആൻഡ് മോസ്റ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് സെറം പ്രോട്ടീൻ ആണ്. എന്താണ്? സ്മോളസ്റ്റ് ആൻഡ് മോസ്റ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഹെൻസ് ഇറ്റ് ഇസ് മൈഗ്രേറ്റ് ഫാസ്റ്റസ്റ്റ്. കാരണം സ്മോൾ ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഫാസ്റ്റസ്റ്റ് ആണ് ടുവാർഡ്സ് ആനോഡ്. ചാർജ് ഇതെന്തായിരുന്നു? ആൽബുമിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ആനോഡിൽ ഫാസ്റ്റസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കും. കാരണം ആനോഡിൽ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ? ഡ്യൂറിംഗ് ഇലക്ട്രോഫോറസിസ്. ബാക്കി ഓപ്ഷൻ ദിസ് ഗ്ലോബുലിൻ ഫ്രാക്ഷൻ, അതുപോലെ ലാർജർ ആൻഡ് ലെസ് മൊബൈൽ ദാൻ ആൽബുമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of these following technique is the best for separating amino acids in urine? Spectrophotometry, paper chromatography, flame photometry, then flow cytometry. ഏതാണ്? ഏത് ടെസ്റ്റാ നമ്മൾ യൂറിനിലെ അമിനോ ആസിഡ് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറ്? ഏതാ? ബി എന്ന് പറയുന്നുണ്ട് അനുശ്രീ. അനുശ്രീ ബി പറഞ്ഞിട്ട് പിന്നെ ഡൗട്ട് ഉണ്ട്. എ ആണോ ഡൗട്ട്? അതെ, ഡൗട്ട് വന്നോ? ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ ബി തന്നെയാണ്. പേപ്പർ ക്രോമാറ്റോഗ്രാഫി അല്ലേ? പേപ്പർ ക്രോമാറ്റോഗ്രാഫി ആണ്. ഇറ്റ്സ് എ ക്ലാസിക് മെത്തേഡ് ഫോർ സെപ്പറേറ്റിംഗ് അമിനോ ആസിഡ് ഇൻ ദ ബേസ് ഓഫ് ഡിഫറൻസ് ഇൻ solubility ആൻഡ് അബ്സോർപ്ഷൻ. ഇറ്റ്സ് കോമൺലി യൂസ്ഡ് ഫോർ മെറ്റബോളിക് സ്ക്രീനിങ്. ബാക്കി ഓപ്ഷൻ സ്പെക്ട്രോഫോട്ടോമെട്രി, അത് നമ്മൾ ക്വാണ്ടിഫിക്കേഷൻ ആണ്, സെപ്പറേഷൻ അല്ല അല്ലെ? അതുപോലെ ഫ്ലെയിം ഫോട്ടോമെട്രി, അത് ഇലക്ട്രോലൈറ്റ് അനാലിസിസിനാണ്. ഫ്ലോ സൈറ്റോമെട്രി, അത് സെൽ അനാലിസിസിനാണ്. ഇത് ഒരു ക്വസ്റ്റ്യനും കൂടി വന്നിരുന്നു അല്ലെ? പേപ്പർ ക്രോമാറ്റോഗ്രാഫി ഇന്നലെ കുറച്ച് ലാസ്റ്റ് ടുവേർഡ്സ് എൻഡ് നമ്മൾ ഒരു 2-3 ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പേപ്പർ ക്രോമാറ്റോഗ്രാഫി റിലേറ്റഡ് ആയിരുന്നു. ക്രോമാറ്റോഗ്രാഫി, ഇലക്ട്രോഫോറസിസ് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ആ പോർഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമിനോ ആസിഡ് ക്രോമാറ്റോഗ്രാഫിക് പാറ്റേൺ in urine are useful for diagnosis of option A tyrosinemia, option B gout, option C thalassemia, option D diabetes mellitus. എന്താണ് ആൻസർ വരിക? അമിനോ ആസിഡ് ക്രോമാറ്റോഗ്രാഫിക് പാറ്റേൺ ഇൻ യൂറിൻ എന്തിനാ ഡയഗ്നോസ് ആണ്? തൈറോസിമിയ ആണോ, അതോ ഗൗട്ട് ആണോ, തലസീമിയ ആണോ, അതോ ഡയബറ്റിസ് മെലിറ്റസ് ആണോ? ഏതാ വരുക? ഒന്ന് കമന്റ് ചെയ്തേ, എന്നിട്ട് നമ്മൾ ആൻസറിലോട്ട് പോകുന്നുള്ളൂ അല്ലെ? അതെ. ഇപ്പൊ കഴിയാനായി, 90ാമത്തെ ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. എ ആണ്, തൈറോസിനിമിയ ആണ്. ഒരുവിധം എല്ലാരും എ തന്നെയാണ് എന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, വെരി ഗുഡ്. എന്നാലും ഇടയ്ക്ക് ആർക്കോ ഡൗട്ട് ഉണ്ട്, ഡൗട്ട് ആണോ എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ തൈറോസിനിമിയ ആണ്, ഡൗട്ട് ഒന്നും വേണ്ട. മെറ്റബോളിക് ഡിസോർഡർ ഇൻവോൾവിംഗ് ഡിഫക്റ്റീവ് തൈറോസിൻ മെറ്റബോളിസം. ക്രോമാറ്റോഗ്രാഫി ഹെൽപ് ടു ഡിറ്റക്ട് അബ്നോർമൽ അമിനോ ആസിഡ് പാറ്റേൺ ഇൻ യൂറിൻ. ബാക്കി എന്താണ്? ഗൗട്ട് എന്താണ്? റിലേറ്റഡ് ടു യൂറിക് ആസിഡ് ആണ്. തെറ്റിക്കരുത്, യൂറിക് ആസിഡ് ആണ്. തലസീമിയ ജനറ്റിക് ഹീമോഗ്ലോബിൻ ഡിസോർഡർ ആണ്. തലസീമിയ നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് കണ്ടിരുന്നു അല്ലെ?
അപ്പോ ഡയബറ്റിസ് മെലിറ്റസ് അത് നമുക്കറിയാം ഡിറ്റക്റ്റഡ് വയ ഗ്ലൂക്കോസ് ആണ്. അത് അമിനോ ആസിഡ് പാറ്റേൺ അല്ല അല്ലെ? ഓക്കെ നെക്സ്റ്റ് നോക്കാം. Complement system is mainly activated by option A carbohydrate, option B enzymes, option C antigen antibody complexes, option D hormones. Complement system എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്? മെയിൻലി ആക്ടിവേറ്റഡ് ബൈ carbohydrates, enzymes, antigen antibody complexes, hormones. ഒന്ന് കമന്റ് ചെയ്തേ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലിമെന്റ് സിസ്റ്റത്തിലില്ലേ നമ്മള് ഫസ്റ്റ് തന്നെ പറയുന്ന ഒരു പോയിന്റ് ആണ് കോംപ്ലിമെന്റ് സിസ്റ്റം പഠിക്കുമ്പോ. അതെ അതെ, ഏതാണ് ഇമ്പോർട്ടന്റ് ആണ്? സി എന്നാണ് പറയുന്നത്. സി ആണല്ലേ, വേറെ ഒന്നും അതായിട്ട് മാച്ച് ആവുന്നില്ല. ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ശരിയാണ്, എല്ലാവരും സി തന്നെയാണ് പറയുന്നത്. So classical pathway of complement system is triggered by antigen antibody complexes, especially IgM or IgM, IgG or IgM. This leads to cascade that help to immune response. ബാക്കി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ carbohydrates. So activate lectin pathway ആണ്, not a primary, and enzymes may be involved but not activators. Then hormones not activate complement. Okay, complement ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? Next question. Which of the following is a type 1 hypersensitivity? Option A serum sickness, option B contact dermatitis, option C anaphylaxis, option D rheumatoid arthritis. Hypersensitivity type 1 important ആണ്. type 4 വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഏതാണ് കറക്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമ്മ്യൂണോളജിയിൽ വളരെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്സും കാര്യങ്ങളൊക്കെ. സെറം സിക്നസ് ഏതൊക്കെയാണ് വരിക? അനഫൈലാക്സിസ് ആണ്. അനഫൈലാക്സിസ് അല്ലെ, ടൈപ്പ് 1 അനഫൈലാക്സിസ് ആണ്. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇസ് ഇമ്മീഡിയറ്റ് ആൻഡ് IgE. അത് ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അതെ, IgE ആണ് അല്ലെ. നമ്മള് IgA മുതൽ നമ്മൾ അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഇമ്മ്യൂണോഗ്ലോബുലിൻസും നമ്മൾ ഇന്ന് റാങ്ക് ഡിസൈഡിങ് ഏരിയയിലും അത് ഫോക്കസ് ചെയ്തിരുന്നു. ഓക്കെ, പ്ലാസന്റ വഴി ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഏതാണ് ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. IgE mediated leading to condition like anaphylaxis, asthma and hay fever അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which test form a visible line in precipitation in a gel medium? Option A agglutination, option B immunodiffusion, option C RIA, and option D western blot. Which test form visible line of precipitation in gel medium അല്ലേ? എന്താണ് നോക്കാം അല്ലേ? വിസിബിൾ ലൈൻ ആണ്, ഇമ്മ്യൂണോഡിഫ്യൂഷൻ ആണ്. ഓപ്ഷൻ ബി അല്ലെ. Immunodiffusion involves diffusion of antigen and antibody in gel medium, usually agar, forming a visible line of precipitation and where they meet into optimal proportion. അങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്തെടുക്കുക അല്ലെ. അതെ, ആ ഒരു proportion കാര്യങ്ങളൊക്കെ. അതെ. A test commonly used to detect HIV antibodies. Option A immunodiffusion, option B RIA, option C ELISA, and option D CFT. ഇത് വളരെ സിമ്പിൾ ആണ്. HIV antibodies ഡിറ്റക്ഷൻ ആണ്. കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാ? ഡിറ്റക്ട് HIV ആന്റിബോഡീസ് ഏതാ? നിങ്ങൾക്ക് ആൻസർ പറയാം. ഇമ്മ്യൂണോഡിഫ്യൂഷൻ ആണോ, RIA ആണോ, ELISA ആണോ? സി പറയുന്നുണ്ട്. അതെ, എന്നാലും ഡൗട്ട് ഉണ്ടോ ആൾക്കാർക്ക്? കുറച്ച് ബി ആണോ എന്നൊരു ഡൗട്ട് നോക്കാം നമുക്ക് അല്ലെ. സി ആണ്. നമ്മൾ കോമൺലി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് അല്ലെ, ELISA ആണ് അല്ലെ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ ഇസ് എ സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ചോയ്സ് ഫോർ ഡിറ്റക്ടിങ് HIV ആന്റിബോഡീസ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ സെൻസിറ്റിവിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ കൺഫേം ചെയ്യണത് ഏത് വെച്ചിട്ടാ? HIV കൺഫേം ചെയ്യാണ് ഏതാ യൂസ് ചെയ്യുന്നത്? എങ്ങനെയാ നമ്മൾ HIV കൺഫേം ചെയ്യാ? ELISA വെച്ച് ഓക്കെ സ്ക്രീനിങ് ചെയ്തു, അത് നമ്മൾ കൺഫേം ചെയ്യണല്ലോ. എങ്ങനെയാ കൺഫേം ചെയ്യാ? ഒന്ന് കമന്റ് ചെയ്തേ. HIV കൺഫർമേഷൻ എങ്ങനെയാ? HIV കൺഫർമേഷൻ എങ്ങനെയാ? ELISA ആണ് നമ്മുടെ ഇവിടെ ആൻസർ. ഓക്കെ, ദെൻ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാ? ഏത് ടെസ്റ്റാ? എല്ലാരും ആൻസർ പറയേണ്ട. അതെ, വിദ്യ വെസ്റ്റേൺ ബ്ലോട്ട്. വെസ്റ്റേൺ ബ്ലോട്ട് ആണ് അല്ലേ? വെസ്റ്റേൺ ബ്ലോട്ട് ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം.
Which enzyme is elevated in acute pancreatitis? Option A, ALT. Option B, creatine kinase. Option C, lipase. And option D, AST. Which enzyme is elevated in acute pancreatitis? ALT, ഏതാണ്? creatine kinase, lipase, AST. 5 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ ബാക്കി. അപ്പൊ എല്ലാരും ഒന്ന് ആക്റ്റീവ് ആയിട്ട് കമന്റ് ചെയ്യാം. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാം. കഴിയാനായില്ലേ? നമ്മുടെ ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ്. നമ്മുടെ ലാസ്റ്റ് 5 ക്വസ്റ്റ്യനിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നാളെ എക്സാമും ആയി. അതെ, ഓക്കെ, നമുക്ക് നോക്കാം. സി അല്ലേ? ലിപ്പേസ് അല്ലേ? Lipase is a key enzyme released during acute pancreatitis and is more specific than amylase. Okay, next question നോക്കാം. AFP, that is alpha fetoprotein, is a option A, renal marker. Option B, pancreatic enzyme. Option C, tumor marker. And option D, cardiac marker. ഇതിലേതാ? AFP, alpha fetoprotein. Renal marker ആണോ? അതോ pancreatic enzyme ആണോ? അതോ tumor marker ആണോ? അതോ കാർഡിയാക് മാർക്കർ ആണോ? ഏതാ വരുവാ? AFP, ആൽഫ ഫീറ്റോപ്രോട്ടീൻ. അതും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് ആണെന്നാണ് പറയുന്നത്. ശരിയാണല്ലേ? നമ്മൾ ആൻസർ സി ആണ്, ട്യൂമർ മാർക്കർ. Okay, AFP is used as a tumor marker in hepatocellular carcinoma and non-seminotomous germ cells tumor of the test. Okay. അടുത്ത് നോക്കാം. The specimen most commonly used in drug screening. Option A, CSF. Option B, blood. Option C, urine. And option D, saliva. എന്താ വരുവാ? CSF ആണോ? ബ്ലഡ് ആണോ? യൂറിൻ ആണോ? സലൈവ ആണോ? ഡ്രഗ് സ്ക്രീനിങ് ആണ് മോസ്റ്റ് കോമൺ. നോക്കാം, ആൻസർ നോക്കാം. യൂറിൻ ആണ്. യൂറിൻ അല്ലേ? ഡ്രഗ് സ്ക്രീനിംഗിൽ യൂസ് ചെയ്യുന്നത് യൂറിൻ ആണ്. സി. ഓക്കെ. Urine is non-invasive, easy to collect, and drugs or their metabolites remain detectable in it for longer time than blood or saliva. ചിലപ്പോൾ ബ്ലഡിലും സലൈവയിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടുമായിരിക്കും, കിട്ടും. പക്ഷെ ലോങ്ങർ ടൈം ആയിട്ട് നമുക്ക് ഡിറ്റക്റ്റബിൾ ആവുന്നത് യൂറിൻ ആണ്. ഓക്കെ, അതുപോലെ ഈസി ടു കളക്ട് ഒക്കെ അതൊക്കെ യൂറിൻ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The best method for specimen tracking in modern lab is option A, verbal confirmation. Option B, barcode system. Option C, written logs. And option D, stickers. Best method specimen tracking in modern labs. Modern labs verbal confirmation ആണോ? അതോ barcode system ആണോ? അതോ written log ആണോ? അതോ stickers ആണോ? ഏതാ വരിക? Modern labs. ബി ആണല്ലേ? ബാർകോഡ്. അതെ, ബാർകോഡ് സിസ്റ്റം ആണ്. അപ്പൊ അങ്ങ് സ്കാൻ ചെയ്ത അപ്പൊ അങ്ങ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടും. അതെ അതെ, നമ്മൾ റിട്ടേൺ ആയിട്ടുള്ളതിനേക്കാളും അപ്പൊ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും അങ്ങനെ പറ്റും. അതെ, എത്ര നാളത്തെ വേണമെങ്കിലും നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, next question. Random access analyzer allows option A, one sample at a time. Option B, batch processing only. Option C, selective testing anytime. Option D, only hematology test. Random access analyzer, one sample at a time, batch processing only, then selective testing anytime, then only hematology test. ഏതാണ് റാൻഡം ആക്സസ് അനലൈസർ? യെസ്, ആൻസർ പറയുന്നുണ്ട്. ബി, സി. ഒരു ബി ബാർകോഡ് കഴിഞ്ഞ ആൻസർ ആണല്ലേ? 98 ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ സി ആണല്ലേ? സെലക്ടീവ് ടെസ്റ്റിംഗ് എനി ടൈം ആണ്. A random access analyzer allows any test on any sample at any time, improving workflow efficiency and reducing wait times. Okay. Next question നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Accuracy refers to option A, reproducibility of result. Option B, closeness to true value. Option C, wide variability. Option D, repeated incorrect values. Accuracy നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ, ലബോറട്ടറിയിലെല്ലാം പറയുന്ന അക്യൂറേറ്റ് എന്നെല്ലാം പറയുന്നത് എന്താണ് ശരിക്കും? ക്ലോസ്നെസ് ആണോ, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസിബിലിറ്റി ആണോ, വൈഡ് വെറൈറ്റി ആണോ, അല്ലെ വൈഡ് വേരിയബിലിറ്റി ആണോ, അല്ലെ റിപ്പീറ്റഡ് ആണോ?
എന്താണ്? ബി ആണെന്നാണ് പറയണത് അല്ലെ? നോക്കാം. ഓക്കെ, ശരിയാണ്. ക്ലോസ്നെസ് ടു ട്രൂ വാല്യൂ, നമ്മൾ അക്യുറേറ്റ് റിസൾട്ട് ഒക്കെ പറയണം. അത് ക്ലോസ്നെസ് ടു നമ്മൾ ട്രൂ വാല്യൂ കുറച്ച് അടുത്തായിട്ട്. ഓക്കെ, accuracy reflects how close a measured result is to the true or accepted value. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കും. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വ്യക്തികളാണ് എത്തിയിട്ടാ ഉള്ളത് അല്ലെ? ആരാണ് ടോപ്പ് 10 നമുക്ക് നോക്കാം. 10 അഫീഫ 10th വരുന്നത് അഫീഫയാണ്. 9th വരുന്നത് ഹരിത, 8th പൊസിഷൻ അഫീല ആൻഡ് 7th പൊസിഷൻ വൈഷ്ണവി and 6th position അതുല്യ. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. 5th പൊസിഷൻ റഹന. 4th ആരാ നമുക്ക് നോക്കാം? ഗൗരി. ഓക്കെ, then 3rd ദിസാന. വെരി ഗുഡ്. then 2nd റിനു ആണ്. റിനു ഫാത്തിമ. നമ്മുടെ വിജയ് അല്ലേ? ആരാണ് നമ്മുടെ വിജയ്? ഇനി വിജയ് ആരാ? രജിതയാണ്. രജിത. അതെ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. 1000 rupees രജിതക്കാണ് കിട്ടുന്നത്. അതെ. ഓക്കെ, ബാക്കി ടോപ്പ് 10 വന്നവർക്കും ബാക്കി എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തവർക്കും വളരെ അധികം നന്ദിയുണ്ട്. ഓക്കെ, അപ്പോ എവിടെയൊക്കെയാണ് ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് നമ്മൾ നോക്കുക, കറക്റ്റ് ആയിട്ട് പോവാ. പിന്നെ ഇനി പുതിയതും കാര്യങ്ങളൊന്നും പഠിക്കാൻ പോവണ്ട. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടുന്ന വാല്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോ നാളെ നന്നായിട്ട് ഉറങ്ങുക. ഇന്നത്തെ നൈറ്റ് നന്നായി ഉറങ്ങുക. നാളെ മോർണിംഗ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇന്ന് നാളെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളും ഹാൾ ടിക്കറ്റും നിങ്ങൾ ID കാർഡും ഒക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം എടുത്തു വെക്കുക. എന്നിട്ട് നാളത്തേക്ക് റെഡി ആവുക. ഓക്കെ, നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ കാണില്ല, ഇനി നമ്മൾ റാങ്ക് ഒക്കെ കിട്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നേരിട്ട് വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ കാണുക. ഓക്കെ, നമുക്ക് നിങ്ങളതിലൊരു പ്രതീക്ഷയുണ്ട്. അതെ. ഓക്കെ, അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ നന്നായി അറ്റൻഡ് ചെയ്യുക. All the best. All the very best. Thank you. Thank you. Okay.